ഹലോ ഹലോ. അപ്പോൾ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നമുക്കിന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പോലുള്ള പ്രോഗ്രാം ആരംഭിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മ്യൂസിക് സോൺ അതിൻ്റെ 2ാം വർഷത്തിലേക്ക്, 2ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഒരു 2 വർഷം മുൻപ് ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സംഗീത കൂട്ടായ്മ ഇന്നിപ്പോൾ 2 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇത്തരം ഒരു ക്ലാസ്, ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ക്ലാസ്സും കുറേ അഡ്വൈസും, എങ്ങനെ കരോക്കെ പാടാം, അതിനുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റ് യാത്രകളും എല്ലാവരും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏറെ അഭിമാനമുള്ള ദിവസമാണ്. കാരണം നമുക്ക് ഇന്ന് ഒരു മ്യൂസിക്കൽ വർക്ക്ഷോപ്പ് പോലെ സംഘടിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന ഗായകനും വയലാറിൻ്റെ ഒരു 10,000-ഓളം ഗാനങ്ങൾ മനഃപ്പാടമാക്കി ഗിന്നസ് ബുക്കിലെല്ലാം ഇടം പിടിച്ചിട്ടുള്ള നമ്മുടെ കൊച്ചിൻ മൻസൂറൊക്കെയാണ് ഇവിടെ വേദിയിലേക്ക് വന്നിട്ട് വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു ചടങ്ങുകളൊന്നുമില്ല, നേരിട്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്കും മറ്റ് കടക്കുകയാണ്. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ 2ാം വാർഷികത്തിൻ്റെ 2ാമത് പിറന്നാളിൻ്റെ ഒരു കേക്ക് മുറിക്കൽ ചടങ്ങ് കൂടി, അത് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയിൽ നമുക്ക് നടത്താം. ഇപ്പോൾ നമുക്ക് വളരെ ആദരപൂർവ്വം സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി മൻസൂർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. മ്യൂസിക് സോണിൻ്റെ ഈ 2ാം വർഷത്തിൽ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചതിൽ ആദ്യം ജഗദീശ്വരനോട് നന്ദി പറയുന്നു. കാരണം എല്ലാം നമുക്ക് തരുന്നത് ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ്. അടുത്ത നിമിഷം എന്താകും എന്ന് നമുക്ക് മുൻ പ്രവചിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈശ്വര കടാക്ഷത്തിലാണ് നമുക്ക് ആദ്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇന്നെൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു 34 വർഷം മുമ്പ് കൊച്ചിൻ സാഗർ എന്ന കേരളത്തിലെ മ്യൂസിക് അബി, ദിലീപ്, നാദിർഷ, ഞാൻ, കലാഭവൻ നാരായണൻകുട്ടി, ഷിയാസ്, നന്ദകുമാർ പൊതുവളിലെ ഏറ്റവും ജൂനിയറായ നൗഷാദ്, ഞങ്ങൾ ഏറ്റവും അന്ന് ഇന്ദ്രൻസിനെ കാണിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ചിരുന്നത് അന്ന് നൗഷാദായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം പിന്നെ ഗൾഫിലോട്ട് പോയി പ്രവാസി. ഇപ്പോൾ പ്രവാസി ആ ഗ്യാപ്പിൽ ഇപ്പോൾ ഒരു ലീവിന് വന്ന് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ തിരക്കൊക്കെ 14-ാം തീയതി തിരിച്ചു പോവുകയാണ്. അദ്ദേഹം എൻ്റെ കൂടെ അധികം വന്നു. പിന്നെ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന, ഒരുപാട് കൗൺസിലിങ്ങിലൂടെ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടർ വർമ്മ സാറ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ ഇപ്പം എൻ്റെ ഒരു ശിഷ്യ കൂടി എന്നാന്ന് പറയുന്ന ബിന്ദു കബീർ. ഡോക്ടർ വർമ്മ സാറിനെ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന ഗായകൻ നന്ദകിഷോർ. അദ്ദേഹത്തിൻ്റെ മരുമകളാണ് സിനിമയിലും സീരിയലിലും വളരെ പ്രശസ്തയായിട്ടുള്ള ദേവി ചന്ദന, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മേഡത്തിൻ്റെയും മരുമകളാണ്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട അന്നു മുതൽ ആ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഡോക്ടർ വർമ്മ സാറും ഭാര്യയോടെ ഉണ്ടാവും, ഒപ്പം ബിന്ദു കബീറുണ്ട്. പിന്നെ എൻ്റെ 1ാം ക്ലാസ് മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച എൻ്റെ കൂട്ടുകാരൻ സുരേഷ്, ഈ കാര്യം സുരേഷോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. കലൂർ ബോയ്സ് ഹൈസ്കൂളിൽ എന്നെ സ്റ്റേജിൽ കയറ്റാൻ വേണ്ടി ആദ്യം പാടുപെട്ട ചില വ്യക്തികളുള്ള ഒരാളാണ് സുരേഷ്. അന്ന് പേടിച്ചിരുന്ന എന്നെ സ്റ്റേജിൽ കയറി പാട് എന്നും പറഞ്ഞ്. പിന്നെ 1982 ഞാൻ സംവിധാനം ചെയ്ത ഒറ്റയാൻ എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ഞാൻ ഹെഡ് മാസ്റ്റർ, സുരേഷ് ഡോക്ടർ രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. പിന്നെ എടുത്തു പറയേണ്ട 2 വ്യക്തികളാണ് നമ്മുടെ പ്രിയപ്പെട്ട അനിയും നൗഷാദും. എത്ര തിരക്കണ്ട അനി ഒരു കോൾ എനിക്ക് വരും, നാളെ എന്താ പരിപാടി, ഇതാണ് ആദ്യം ചോദിക്കണം. എന്താ? ഒന്ന് ഞങ്ങളുടെ പരിപാടി ഒന്ന് പറ്റുമോ, ഇതാണ് സംഭവം. അത് എത്ര തിരക്കാണ് ഞാൻ വരും. വന്നു കഴിയുമ്പോഴേക്കും ചെറിയൊരു കൈമുടക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട്, പക്ഷെ എന്തായാലും ആ ഒരു കൈമുടക്ക് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അന്നും ഇന്നും. അങ്ങനെ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട അനി. അതുപോലെ നൗഷാദ് അളിയൻ, അവരുടെ പല പരിപാടിയിൽ എന്നെ വിളിക്കാൻ സ്നേഹം കൊണ്ട് എന്നെ മോനെ എന്നൊക്കെ വിളിച്ചു കളയും. ആ മോനെ എവിടെയാണ് എന്നൊക്കെ സ്നേഹത്തിൽ അവിടെ വിളിക്കുള്ളൂ, ഇന്നും ആയതുകൊണ്ട്. പിന്നെ ഷീല മേഡം, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യയാണ് ബെന്നി എന്ന കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്. എൻ്റെ വീട്ടിലിപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിൽ വയലാർ അച്ഛൻ, ദേവരാജൻ മാസ്റ്റർ, പ്രേം നസീർ സാറ്, ദാസേട്ടൻ, ജയേട്ടൻ, പി ഭാസ്കരൻ മാഷ്, ഇവരുടെ എല്ലാം ചിത്രങ്ങൾ വരച്ച് എനിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ വീട്ടിൽ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷീലമ്മയുടെ എന്നോടൊപ്പം പാടിയിട്ടുമുണ്ട്.
അവർ കുടുംബം. പിന്നെ നമ്മുടെ ആറുമുഖൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടെ പാടുന്നുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ പ്രോഗ്രാം കാണാൻ പോകണക്കര അമ്പലത്തിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അതോടൊപ്പം യുവകലാതരംഗിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. യുവകലാതരംഗം എന്ന് പറഞ്ഞ വലിയൊരു കലാ സംസ്കാര സമിതിയിൽ നിന്നും 82 കാലഘട്ടത്തിൽ ഞാൻ, ഇപ്പോഴത്തെ സംവിധായകൻ റാഫി, അനിയൻ ഷാഫി, ഉദയൻ, ഞങ്ങളെല്ലാവരും ആ മത്സര വേദികളിൽ നിന്നാണ് പിച്ച വെച്ചത്. ഇത് SNDP ഗ്രൗണ്ടിൽ മത്സരം ഉണ്ടാവുന്ന ഞങ്ങൾ മാറി മറിഞ്ഞ മത്സരത്തിന് വരും. എനിക്ക് ലളിതാനത്തിന് ഫസ്റ്റ്, ഉദയന് വരും, മിമിക്രിക്ക് എനിക്ക് ഫസ്റ്റ് വരും, സെക്കൻഡ് റാഫിക്ക് വരും, പിന്നെ ഫസ്റ്റ്, അങ്ങനെ മാറി മാറി ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സംഭവമാണ്. അപ്പോൾ അതിലൂടെയാണ് ഇത് ഉടലെടുത്തത്. അപ്പോൾ ആ യുവകലാതരംഗിൽ ഇന്നും നമുക്ക് ഒരു ആത്മാർത്ഥതയുണ്ട്. അതിൽ നിന്നാണ് ഒരു തുടക്കം കുറിച്ചത്. പിന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം, സംഗീതം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ കടാക്ഷമുള്ളവർക്കാണ് പാടാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇത് എന്നെ പഠിപ്പിച്ചത് 2008 ദുബായിലൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരു ഭാഗ്യം എനിക്കുണ്ടത്. മറ്റാരുമല്ല, ദക്ഷിണാമൂർത്തി സ്വാമി എന്ന മലയാളത്തിൻ്റെ സംഗീത ലോകത്തെ ചക്രവർത്തി. ഒരു ദിവസം എനിക്കൊരു ഫോൺ വരുന്നു. അന്ന് ലാൻഡ് ഫോണിലാണ് എന്നെ വിളിച്ചത്. ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് എടുത്ത് ഹലോ പറഞ്ഞു. നാരായണ, ആദ്യത്തെ ഡയലോഗ്. ആരെ മനസ്സിലായില്ല. എൻ്റെ പേര് ദക്ഷിണാമൂർത്തി സ്വാമി. സ്വാമി എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന കസേരന്ന് എഴുന്നേറ്റ്. കാരണം അത്രയും ബഹുമാനം നമുക്ക് അദ്ദേഹത്തോടുണ്ട്. ഞാൻ പറഞ്ഞു, സ്വാമി നമസ്കാരം. എത്ര പാട്ടറിയാം? ഇപ്പോൾ ബൈ ഹാർട്ട് ഞാൻ അറിഞ്ഞു കേട്ടോ, വളരെ സന്തോഷം. എൻ്റെ ഒരു ട്രിപ്പുണ്ട്, വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വരാം സ്വാമി, തീർച്ചയായിട്ടും വരാം. എന്ത് തരണം ഞാൻ? ഇപ്പം ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് ഒന്നും തരണ്ട, സ്വാമിയുടെ ഒപ്പം വരാമെന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതല്ല, പറഞ്ഞോ, കൃത്യമായിട്ട് പറ, എന്ത് ഞാൻ തരണം? ഞാൻ പറഞ്ഞു, സ്വാമി അങ്ങനെ പറഞ്ഞ എൻ്റെ വിഷം പേരിലെ സ്വാമിയോടൊപ്പം ഒരു യാത്ര ചെയ്യാൻ, അദ്ദേഹത്തോടൊപ്പം സ്വാമിയോടൊപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. ശരി, ഞാനൊരു എമൗണ്ട് അങ്ങോട്ട് തരും, മേടിക്കൂ? തീർച്ചയായിട്ടും മേടിക്കും. അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗം. 2 ദിവസം അദ്ദേഹത്തോടൊപ്പം ഫ്ലൈറ്റ് യാത്ര ചെയ്യാനും ഒരേ മുറിയിൽ ഞങ്ങളിരുന്ന് മണിക്കൂറുകളോളം സംഗീതത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് ഒരു പത്രപ്രവർത്തകൻ വന്ന് ഇങ്ങനെ ചോദിച്ചു, സ്വാമി, ഈശ്വരൻ തന്ന വരദാനമല്ലേ സംഗീതം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ തന്ന വരദാനമല്ല, ഈശ്വരനാണ് സംഗീതം. അതായത് 1,00,000 പേര് ജനിക്കുമ്പോൾ ഈശ്വരൻ സംഗീതത്തിൻ്റെ ഒരു മേമ്പൊടി വിതറും. അത് 100 പേർക്ക് കിട്ടുള്ളൂ. ഇത്രയും പേരിൽ, ആ 100 പേരിൽ 10 പേർക്കാണ് സമർപ്പണ ബോധത്തോടെ പാടാൻ സാധിക്കുള്ളൂ. അത് ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. സംഗീതം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സമർപ്പണത്തോടെ, വിനയത്തോടെ, അഹങ്കാരമില്ലാത്ത മനസ്സോടെ കൊണ്ടുപോകണമെന്നാണ് സ്വാമി പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. നമ്മളൊന്നുമല്ല എന്ന ചിന്ത വേണം നമ്മൾ നയിക്കേണ്ടത്. ഞാൻ എന്തൊക്കെയാണെന്നൊരു തോന്നൽ വന്നാൽ അവിടെ നമ്മുടെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളൊന്നുമല്ല, നമുക്ക് ദൈവം തന്നൊരു വരദാനമാണ് സംഗീതം എന്ന് പറയുന്നത്. ഒരു പാട്ട് നമ്മൾ വേദിയിൽ പാടണമെങ്കിൽ ചുരുങ്ങിയതൊരു 365 പ്രാവശ്യമെങ്കിലും ആ പാട്ട് കേൾക്കണം. എങ്കിൽ മാത്രമേ വേദി പാടാൻ പാടുള്ളൂ. 10 പ്രാവശ്യം കേട്ട പാട്ട് പഠിക്കാൻ നേരത്തെ വേദി പാടരുത്. അത് പരീക്ഷണമാണ്. 365 പ്രാവശ്യത്തിൽ തിരിച്ചും മറിച്ചും നമ്മൾ കേൾക്കുമ്പോഴാണ് പാട്ടിൻ്റെ സത്യം എന്താണെന്ന് നമ്മുടെ ഉള്ളിലോട്ട് വരുവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പാട്ട് പഠിക്കാൻ സാധിക്കില്ല. എത്ര പ്രാവശ്യം പാടി എന്നുള്ളതിനേക്കാൾ വലുതും എത്ര വട്ടം അത് കേട്ടു എന്നുള്ളതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ചില ഗാനങ്ങൾ നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ പാടുന്നത് ശരിയാണെന്ന്. ശരിയല്ല, അത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. അതിനെ നമ്മൾ നമ്മുടെ ജഡ്ജാകണം. മറ്റൊരു കാര്യം, ഇന്ന് പല സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും 2 സ്ഥലത്ത് അത് പാടി കുഴപ്പമില്ലാട്ട എന്നൊരു അഭിപ്രായം പറഞ്ഞ് പിന്നെ ഇവൻ്റെ ഉള്ളിൽ വന്നത് ഞാൻ എന്താണ്ടൊക്കെ ആയി, ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുണ്ട്, മറ്റുള്ളവരെ വിധികർത്താവും. മറ്റുള്ളവർ പാടുമ്പോൾ ഇവിടെ ശരിയായിട്ടില്ല കേട്ടോ, അവിടെ മറ്റത് ശരിയായിട്ട് പുള്ളി വിധികർത്താവുകയാണ്. പിന്നെ അവൻ്റെ സ്വയം നമ്മൾ വിധികർത്താവായിട്ട് മാറണം. മറ്റുള്ളവർ വിധികർത്താവാണ്. നമ്മുടെ കുഴപ്പങ്ങൾ സംഭവിച്ച് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ് നമ്മൾ അതും തയ്യാറാക്കണം. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു പാട്ട് എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്ന ആ ഫീൽ, ഇപ്പം നമുക്ക് തോന്നും ശ്രുതിയും താളവുമായ പാട്ടായെന്ന്. അല്ല, ദേവരാജൻ മാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ശ്രുതിയും താളത്തിനേക്കാളും വലുതും ഭാവം, എക്സ്പ്രഷൻ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് അദ്ദേഹം പറഞ്ഞില്ല, ശ്രുതിയും താളം ഞാൻ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ പാട്ടിൻ്റെ ഭാവം എന്ന് പറഞ്ഞത് നമ്മളും ശരിക്കും അറിഞ്ഞ് പാടണം. എക്സാമ്പിള്, വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന് പറഞ്ഞ സിനിമയിൽ 10 പാട്ടുണ്ട്. 10 പാട്ടും 5 പ്രിയപ്പെട്ട ശ്രീമർ തമ്പി സാർ എഴുതി, ബാക്കി ഭാസ്കരൻ മാഷ് എഴുതി. അപ്പം അതിൽ സ്വാമി പറഞ്ഞു വിചാരിക്കാറ് ചില പാട്ടിൻ്റെ പ്രത്യേകത, ചില പാട്ടിൻ്റെ റൂട്ടുകൾ. അതിൽ
തമ്പിസാർ എഴുതിയിട്ട് ദശാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയൊരു പാട്ട്. പിന്നണി ഗായകനായി വിജയൻ എന്ന കഥാപാത്രത്തെയാണ് പ്രേം നസീർ സാർ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിരഹമാണ് ആ പാട്ടിലൂടെ പ്രതിധ്വനിക്കുന്നത്. ഈ പാട്ട് ശ്രുതിയും താളവും ചേർത്ത് നമുക്ക് പാടാം, പക്ഷെ അതിൻ്റെ ഭാവം ഇല്ലെങ്കിൽ ആ പാട്ടില്ല. അല്ല, ദാസേട്ടൻ പാടിയിരിക്കുന്നത് അതിൻ്റെ പല്ലവിൽ ഇടനൊന്തു തകർന്നൊരു മണി വീണ ഞാൻ മോനെ ഒരു ഇത്ര ഡിലേ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇടനെഞ്ചിലപശ്രുതി മാത്രം ഇതൾ വാടിക്കരിയുന്ന കദളി മുകുളം ഹൃദയത്തിലെരിവേനൽ മാത്രം എൻ ഹൃദയത്തിലെരിവേനൽ മാത്രം. ഇതാണ് എൻ്റെ ശരിക്കും ഭാവം. ഇത് വേണമെങ്കിൽ ഇടനൊന്തു തകർന്നൊരു മണി വീണ ഞാൻ ഇങ്ങനെയും പാടാം. പക്ഷെ പാട്ടിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് നമ്മള് ഇടനൊന്തു തകർന്നൊരു മണി വീണ ഞാൻ ഇടനെഞ്ചിലപശ്രുതി മാത്രം ഇതൾ വാടിക്കരിയുന്ന കദളി മുകുളം ഹൃദയത്തിലെരിവേനൽ മാത്രം എൻ ഹൃദയത്തിലെരിവേനൽ മാത്രം. ഇവിടെ ഒരു ഗൽഗതം ഉണ്ടാകണം. അവിടെ നമുക്ക് ദുഃഖമില്ലെങ്കിൽ പാട്ടിനോട് നീതി പുലർത്താൻ പറ്റില്ല. അതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ ഈ പാട്ടിന് പല്ലവിയേക്കാളും വളരെയധികം ഭാവ വ്യത്യാസത്തിൽ രണ്ടാം ഭാഗത്ത് നെടുവീർപ്പിൻ താളമാ ഇതുവഴിയൊഴുകും ചുടലപ്പറമ്പിലെ കാറ്റേ ഉണരൂ വന്നെന്നെ ഉണരൂ ഉണരൂ വന്നെന്നെ ഉണരൂ സ്വരരാഗമധുരിമ ചോടിയ കാറ്റേ ഗന്ധർവഗാനത്തിൻ അന്തിമ പാദമേ ചിന്തകളിൽ വീണുറയൂ. ഇത്രയും സാധനങ്ങളിലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാട്ടുകാരൻ അഭിനേതാവായിട്ട് മാറണം. ദാസേട്ടൻ നല്ല അഭിനേതാവാണ്, ജയേട്ടൻ നല്ല അഭിനേതാവാണ്, SP ബാലസുബ്രഹ്മണ്യം, TM സൗന്ദരരാജൻ, S ജാനകി അമ്മ, സുശീലമ്മ, എല്ലാവരുടെ നോക്കൂ. കഥാപാത്രത്തിന്റെ പ്രായം അവരുടെ സ്വഭാവം രീതി അനുസരിച്ചാണ് പാടുന്നത്. അവിടെ നമ്മളെ നടനായിട്ട് തീരണം. അവിടെ ദാസേട്ടൻ ചോദിക്കാം ആർക്ക് വേണ്ടി എന്താ കഥാപാത്രം, എന്താണ്, എങ്ങനെയാണത്. അപ്പൊ അത് മനോഹരമായിട്ട് അതിന് നെടുവീർപ്പിൻ താളമായി ഇതുവഴി ഒഴുകും ചുടലപ്പറമ്പിലെ കാറ്റേ. ചുടലപ്പറമ്പിലെ കാറ്റേ ഉണരു വന്നെന്നെ പുണരു. നോട്ട് ഉണരൂ വന്നെന്നെ ഉണരൂ. കണ്ടാ, ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. പലപ്പോഴും നമ്മൾ ശ്രാവണചന്ദ്രയെ പൂജ പിടിച്ച് പല പാട്ടുകാരും പാടുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാത്ത ചില സാധനങ്ങൾ അതിലുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞ ശ്രാവണ ചന്ദ്രിക പൂച്ചൂടി ഇങ്ങനെയാണ് നോട്ട് പോകുന്നത്. പക്ഷെ അതില് സുശീലാമ്മ കൊടുക്കുന്ന കുനിപ്പ് ശ്രാവണ ചന്ദ്രിക പൂച്ചൂടി പൂചൂടി, ആ പൂ ചൂടിച്ച പോലെ ഭൂമി കന്യക പുഞ്ചിരി പുഞ്ചിരിച്ചു. ദേവരാജ മാഷ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പുഞ്ചിരിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം. അത് നമ്മൾ വന്നിട്ട് ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരി ഇങ്ങനെയും പാടാം. പക്ഷെ പാട്ടിന്റെ ആത്മാവ് അവിടെ ഇല്ല. പക്ഷെ അവിടെ പൂച്ചൂടിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഇത്രയും സാധനം അവിടെ ഉണ്ട്. ഇത് നമ്മൾ ആ ഫീൽഡിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞ ദേവരാജ മാസ്റ്റർ 36 തരം തട്ടുദോശ എന്ന് പറഞ്ഞാൽ 36 തരത്തിൽ നമുക്ക് പാട്ട് പാടാൻ പറ്റും. പക്ഷെ പാട്ടിന്റെ
ആത്മാവ് അറിഞ്ഞ് നമ്മൾ പാടുമ്പോഴാണ് പാട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ദാസേട്ടൻ ഒരിക്കലും എന്നോട് പറഞ്ഞു താമസം എൻ്റെ വരുവാണെന്ന് പറഞ്ഞപ്പോൾ ആ താമസം എൻ്റെ ഉള്ളിലുണ്ടാകണം. അപ്പം എന്നോട് പറഞ്ഞു എന്താണ് ആ ഒരു താമസം, ആ താമസം എങ്ങനെ എന്നോട് പറഞ്ഞു പാരജാന്തിരിപ്പെടുന്നു ആ പാ ഇങ്ങനെ ഞാൻ പേര് പാ ഇങ്ങനെ. അപ്പം അതിൻ്റെ തുടക്കം എന്താണ്? നമ്മുടെ നാഭിയിൽ നിന്ന് അങ്ങോട്ട് ആരംഭിക്കണം. അവിടെ നിന്ന് ജേട്ടനും പറഞ്ഞ പോലെ തന്നെ ചില പാട്ട് നമ്മൾ ജേട്ടൻ പാടി വയ്ക്കുമ്പോൾ ആ ഫീല്. ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അർജുന മാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കഥ. എൻ്റെ ഏറ്റവും വലിയ ഗുരുതുല്യനാണ് അർജുന മാസ്റ്റർ. സുഖമൊരു ബിന്ദു എന്നുള്ള പാട്ട് ദാസേട്ടൻ പാടി, ഇപ്പുറത്ത് പാടിക്കണ ജേട്ടൻ പാടിക്കണം. പകൽ വിളക്കണയുന്നു, പടിഞ്ഞാറ് രക്തം ചിതറുന്നു. ജയൻ ഹൃദയം കൊണ്ട് പാടിയെന്നാണ് അർജുന മാസ്റ്റർ പറഞ്ഞത്. ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ ജേട്ടൻ്റെ പകൽ വിളക്കണയുന്നു, പടിഞ്ഞാറു രക്തം ചിതറുന്നു, കറുത്ത വസ്ത്രവുമായി കലിയുഗരാത്രിതൻ കാവൽ രാക്ഷസനണയുന്നു. കണ്ടാ? അപ്പോൾ ഓരോ നോട്ടും നമ്മളിങ്ങനെ എടുത്ത് വെച്ച് പാടുന്നത് പോലെ അത് കിട്ടണം. നമ്മുടെ എക്സ്പ്രഷനാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഭാവം, നമ്മുടെ ഇപ്പോൾ ചിലവർ കാരണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു പാട്ട് പാടാൻ വേദിയിലേക്ക് വരുമ്പോൾ പലർക്കും ചെറുതൊരു എക്സ്പ്രഷൻ ഉണ്ട്. ആ ചിരിച്ചുകൊണ്ട് ആരാ പാടാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. വരുമ്പോൾ തന്നെ ആ ഫേസ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ. എന്തിനാണ് പാടാൻ നേരത്തെ ഇത്രയും ബലം പിടിക്കുന്നത്? വരുമൊരു പ്രസന്നത. നമ്മളൊരു വിളിച്ച് എൻ്റെ അടുത്ത പാട്ട് പാടാൻ ശ്രീകുമാറിനെ വിളിക്കുന്നത്. വരുമ്പോൾ നമ്മളെ മൈക്കെടുത്ത് ഒരു ചെറിയ പുഞ്ചിരി ഇവിടെ വന്ന് നമ്മൾ പാടുക. ചിലവർ പിന്നെ കണ്ടു ചില ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞല്ലോ. എന്തിനങ്ങനെ പേടിക്കണം? അപ്പം അവിടെ നമ്മൾ റിലാക്സ് ആകുക, നമ്മൾ ഫ്രീ ആകുക, വരിക, നമ്മളൊരു പുഞ്ചിരി. ഇപ്പോഴും ജാനകിയമ്മൊക്കെ പാടുന്നിടണം വളരെ ചിരിച്ച് ചിത്രം പാടുന്നിടണ്ട. ഏത് ഹൈനോട്ടിലും ചിരിച്ചോണ്ടോ പാടുള്ളൂ. ആ ഒരു ഭാവം കിട്ടണം. ജേട്ടനും പാടുമ്പോൾ ജേട്ടനെ ചില പാടണം കണ്ടല്ലേ, പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നീ നുണക്കൊടി പൂമോടും കൂറു. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു സ്റ്റൈല് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ വിടുക, ഫ്രീ ആയിട്ട് വിടുക, ധൈര്യമായിട്ട് പാടുക. എക്സ്പ്രഷൻ നമുക്ക് വരുന്നത്. ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലേക്ക് മറക്കണം പോയപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് ദാസേട്ടൻ്റെ പണ്ടത്തെ ലൈറ്റ് മ്യൂസിക് പാടുകയാണ്. 10 വർഷം മുമ്പ് അതിമനോഹരമായിട്ട് ആ കുട്ടി പാടുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവം എന്നൊരു സാധനമില്ല. ആള് കണ്ണുകൊണ്ട് തൊട്ടപ്പുറത്തെ കൂട്ടുകാരോട് കഥ പറയുകയാണ്. പാട്ട് ഇവിടെ പാടുന്നുണ്ട്, കണ്ണുകൊണ്ട് കഥയും പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. ആള് ഫ്രണ്ടില് പുള്ളിയുടെ കൂട്ടുകാരിത്തിരിപ്പുണ്ട്. അപ്പൊ വന്നിങ്ങനെ ഇരുന്നിട്ട് ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ. അസാട്ട് പാടുന്നത്. രണ്ടാം ഭാഗത്ത് അറിയാതെ എന്നു ഞാൻ എന്നെ തിരഞ്ഞപ്പോഴും അറിവിൻ്റെ തെന്നലായി അരികത്തണൻ പാടിപ്പോകാൻ മത്സരം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, മോളെ നന്നായിട്ട് പാടി. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മോള് ആ സമയത്ത് മറ്റൊരാടൊപ്പം കഥ പറഞ്ഞു. എപ്പോ? മോളറിഞ്ഞിട്ടില്ല. കണ്ണുകൊണ്ട് കഥ പറഞ്ഞു. കൂട്ടുകാരുടെ കണ്ണുകൊണ്ട് പാടുന്ന സമയത്ത് അത് പാടില്ല. ആ 5 മിനിറ്റ് നമ്മൾ ആ പാട്ടിൽ തന്നെ മാത്രം നമ്മുടെ ശ്രദ്ധ വരാൻ പാടുള്ളൂ. ഒരു നോട്ടുകളൊന്നും മാറാൻ പാടില്ല. കാരണം ദേവരാജ മാസ്റ്ററൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പാട്ട് അദ്ദേഹം കമ്പോസ് ചെയ്യുമ്പോൾ ആ നോട്ടിൽ തന്നെ നിങ്ങൾ പാടണം. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നോട്ട് ഇറക്കാൻ പാടില്ല. ചിലരിങ്ങനെ ചെന്നിട്ട് നമ്മൾ തൊണ്ട താത്തിയിട്ട് പ്രളയപയോധിയിൽ എന്ത് സുഖോട്ടോ പാടാൻ നോക്ക്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ പാടാൻ പറ്റില്ല. നിങ്ങൾ പാടണ്ട, അങ്ങനെ ചെയ്യരുത്. കാരണം ആ പാട്ടിന് നിങ്ങൾ കൊലപാതകം ചെയ്യേണ്ട. ആ നോട്ടിൽ കിടക്കുന്ന കാരണം ആ നോട്ടാണ് അതിൻ്റെ പാട്ടിൻ്റെത്. ഇപ്പോൾ പൊളിത്തിങ്കൽ കലഘട്ടം ഹിമോൽ ശൈലാക സിംഗത്ത് പറഞ്ഞ ഹിമവാന്റെ ഉച്ചസ്ഥായിൽ നിന്നുകൊണ്ട് നാരദ മഹർഷി പാടുന്നതായിട്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. ആ സിറ്റുവേഷൻ അതാണ്. അപ്പൊ ദേവരാജ മാഷ് എങ്ങനെ പൊൽത്തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാക ശൃംഗത്തിൽ, എവിടെയാണ്? ഹിമവാന്റെ ഉച്ചസ്ഥായില്. അതേ സ്ഥലത്ത് സന്ധ്യാസമയത്തൊരു പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെ സന്ധ്യമയങ്ങും നേരം ഗ്രാമ ചന്ത പിരിയുന്ന നേരം, ആ ഭാവം വരുന്നത്. അപ്പൊ അവര് പണ്ടത്തെ സംഗീതജ്ഞർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ അവർക്കറിയാം ഇത് ഏത് നോട്ടിൽ തുടങ്ങണം, ഏത് നോട്ടിൽ കമ്പോസ് ചെയ്യണം. അതനുസരിച്ച് ഇപ്പൊ അരികിൽ നീ ഉണ്ടായിരുന്ന നിങ്ങളോ ദേവരാജ മാഷ അരികിൽ ഉള്ളതുപോലെ തോന്നി. അരികിൽ നീയുണ്ടായി. അപ്പൊ ആളടുത്തുണ്ട്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ അരികിൽ നീയുണ്ടാ, ഇങ്ങനെയും അദ്ദേഹത്തിന് കമ്പോസ് ചെയ്യാം. അവിടെയാണ് അർജുന മാസ്റ്റർ ചെയ്യേണ്ടത്. പൗർണമി ചന്ദ്രക തൊട്ട് വിളിച്ചു. പൗർണമി
പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു. ഇതിങ്ങനെയാകാം. പാരിജാതം തിരുമിടെന്ന് പറഞ്ഞപ്പോൾ ദേവരാജ മാഷ അദ്ദേഹം ക്ലാസിക്കൽ കൊടുക്കാതെ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വീടർത്രതാ. നോക്കിയേ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പം ആ ഓരോ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് എന്ത്, അത് ഉൾക്കൊണ്ട് വേണം നമ്മൾ പാടാനായിട്ട്. ഞാൻ വയലാറ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വയലാറ് അച്ഛൻ എഴുതി വെച്ച അത് ആ പാട്ടാണ് ദാസേട്ടൻ്റെ പ്രസിദ്ധ കുടുംബത്തിലേക്ക് ഉയർത്തിയത്. നിത്യകന്യക എന്ന ചിത്രത്തിൽ കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരുകാണാക്കിളി ഞാൻ പ്രിയപ്പെട്ട വയലാർ അച്ഛൻ എഴുതി, ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടി. ലാസ്റ്റ് കൊണ്ട് നിർത്തുമ്പോൾ പാട്ട് ദാസേട്ടൻ നിർത്താണ്ട് ഇങ്ങനെ ഹൈയിലേക്ക് അങ്ങോട്ട് പോയി. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആർ.കെ. ശേഖർ ഇങ്ങനെ കണ്ണ് പൂട്ടാതെ നിന്ന് സുശീലാമ്മയും ദേവരാജ മാഷും പരസ്പരം നോക്കുന്നു അവസാനത്തേത്. കാരണം അതിൻ്റെ ഫസ്റ്റ് കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കണക്കിളിഞ്ഞ എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കണക്കിളിഞ്ഞ. ഇത്രയും ഭാവത്തിലുണ്ട്. ഇതൊക്കെയാണ് പാട്ടിന്റെ ഏറ്റവും നമ്മൾ ബലമോ എന്ന് പറയുന്നത്. അപ്പൊ പാട്ടിന്റെ ശ്രുതിയും താളത്തിനേക്കാളപ്പുറം ഭാവം അതില്ലെങ്കിൽ പോയി പാട്ടിന്. അതാണ് ഞാൻ പറഞ്ഞ പാട്ട് എത്ര വട്ടം നിങ്ങൾ കേൾക്കുന്നു, എത്ര വട്ടം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നു, ആ കേട്ട് വരുമ്പോഴാണല്ലേ ചെറിയ നോട്ടുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കൊട്ടാരം വിൽക്കാനുണ്ടെന്ന സിനിമയിലെ ദേവരാജ മാഷിന്റെ സംഗീതത്തിൽ വയലാർ അച്ഛൻ എഴുതി, ദേവരാജ മാഷിന്റെ സംഗീതത്തില് ജയേട്ടൻ മാധുര്യമ്മയും പാടിയൊരു പാട്ട്. ജയേട്ടൻ എന്നോട് പറഞ്ഞാണ്, മാഷ പറഞ്ഞത് തൊട്ടതുപോലെ പാടാൻ പറഞ്ഞു. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. അതെങ്ങനെ നമുക്ക് തോന്നുന്നു, തൊട്ടേനെ ഞാൻ, അത് തൊട്ടേനെ അങ്ങനെയല്ല, തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ. കണ്ടാ, അതത്ര തൊട്ടേനെ അങ്ങനെ തൊട്ടതുപോലെ നമുക്ക് തോന്നണം. ആ ഒരു ഫീലിംഗ് അതിൽ കിട്ടണം. അപ്പൊ ആ പാട്ടിന്റെ എല്ലാം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഒരു പാട്ട്, അത് ഞാൻ പറഞ്ഞു, ഒരു പാട്ട് നമ്മൾ വേദിയിൽ പാടണമെന്നുണ്ടെങ്കിൽ എത്ര വട്ടം കേൾക്കണം. വെളുത്ത കത്രീന എന്ന് പറഞ്ഞ സിനിമയില് സുശീലാം ഒരു എന്താ, നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്തൊന്ന് കേൾക്കണോ? അതെല്ലാം ഇതൊക്കെ ഒരു ക്ലാസ്സാണ്. ശ്രീകുമാര തമ്പി സാർ എഴുതി ദേവരാജ മാഷിന്റെ സംഗീതത്തില് സുശീലാമ്മ പാടുന്നത്. ആ പാടിന്റെ ഫസ്റ്റ് ഇങ്ങനെ പനിനീർക്കാറ്റിൽ താരാട്ടിനാടി പവിഴമല്ലിയുറങ്ങി ഏകാന്ത ദുഃഖത്തിൻ മൂടുപടത്തിൻ എന്റെ ഹൃദയം തേങ്ങി. എത്ര ഫീലാണ് നമുക്ക് തോന്നുന്നത്. സുശീലം ഇപ്പൊ കരയുന്നു തോന്നിപ്പോവും. അത്ര ഫീലാണ് കൊടുത്തേക്കുന്നത്. ഒരു പാട്ടു പോലും പാടാനില്ല, ഒരു ശാപം പുരളാത്തതായി, ഒരു മുത്തം പോലും നൽകാനില്ല, ഒരു ശാപം കലരാത്തതായി. വീണ്ടും അവിടുന്ന് പനിനീർക്കാ. എത്ര നോട്ടിൽ നിന്ന് പോയി നോക്കി. ഇത് ഏറ്റവും വലിയ ക്ലാസ്സാണ് നമുക്ക്. ഇതുപോലുള്ള പാട്ടുകൾ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തൊണ്ടയിൽ സാധനം കൊണ്ട് വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ പാട്ടും എൻ്റെ തൊണ്ടയ്ക്ക് ചേരും എന്നുള്ള വ്യാമോഹമൊന്നും പാടില്ല കേട്ടോ. എല്ലാ പാട്ടും എനിക്ക് പാടാൻ പറ്റും, അത് വെറുതെയാണ്. നമുക്ക് പറ്റാവുന്ന മാത്രം സെലക്ട് ചെയ്യുക, അല്ലാതെ പറ്റില്ല. ചില പാട്ടുകൾ ഇപ്പോൾ ദേവരാജ മാസ്റ്റർ പറഞ്ഞു, ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ അറിയാം ഇത് യേശുദാസ് പാടണോ ജയചന്ദ്രൻ പാടണോ എന്നുള്ളത്. അപ്പം അത് അവരുടെ കറക്റ്റാണത്. ശാസ്ത്രം ജയിച്ച മനുഷ്യൻ തോറ്റു എന്നുള്ള 3 ഗായകർ പാടി. ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ജയേട്ടൻ പാടിയിട്ടുണ്ട്, ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടി. 3 പേരും പാട്ട് പാടി ഹിറ്റായി. ദാസേട്ടൻ പാടിയത് ആറാട്ടിനാനകളും, ജയേട്ടൻ പാടി ചന്ദനത്തിൽ. 3ാമത്തെ ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടി താരകരൂപിണി. 3ഉം ഹിറ്റായി.
അപ്പോൾ താരകരൂപിണി ബ്രഹ്മാനന്ദൻ ചേട്ടനെ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സ്വാമി പറഞ്ഞതാണ്, ഞാനിത് കമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മാനന്ദൻ തന്നെ പാടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ആവശ്യപ്രകാരമാണ് അന്ന് KP ബ്രഹ്മാനന്ദൻ ഈ പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത്. അതിമനോഹരമായിട്ട് പാടുന്ന ഗായകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അവസരം കാര്യമായിട്ട് കിട്ടിയില്ല. തെക്കൻ കാറ്റ് എന്ന സിനിമയിൽ ചരിത്രമാണ്. 3 ഗായകരെ പാടിയാണ്. ദാസേട്ടൻ പാടി, ചേട്ടൻ പാടി, ബ്രഹ്മാനന്ദൻ. പക്ഷേ ദാസേട്ടനും ചേട്ടൻ്റെ പാട്ട് ഇന്നും പലർക്കും അറിയില്ല. പക്ഷേ ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസു നോവകാരം ഒരുക്കേ, ഇത് പറഞ്ഞെങ്കിൽ ഒരു തെക്കൻ കാറ്റ് വന്ന പോലെ കുളിർക്കാറ്റ് പോലാണ് ആ ശബ്ദത്തിലൂടെ വന്ന്. ശാരദ പോൾ പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. കണ്ടാ, സോഫ്റ്റായിട്ടാണ് പോണത് നമ്മളത്. അത് നമ്മൾ ഒരിക്കലും ബലം പിടിക്കണ്ട, ഫ്രീ ആയിട്ട് പാടാവുന്ന പാട്ട്. പക്ഷെ അതില് കാതലായ സാധനമുണ്ട്. വിശുദ്ധയായി വീടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ. അവസാനത്തെ നിർത്തണേ, വികാര രാജാങ്കണത്തിൽ. കേട്ടോ, അപ്പൊ ഏത് പാട്ടാണെങ്കിലും ഞാൻ പറയാം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ പാട്ടിന് ആ പ്രത്യേകത. ഞാൻ പിന്നെ പറഞ്ഞ പോലെ പാട്ടുകാരൻ അഭിനേതാവായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് ആ ക്യാരക്ടറായിട്ട് ചേരാൻ സാധിക്കുള്ളൂ. പണ്ടൊരു പടത്തില് TM സൗന്ദരരാജൻ ശിവാജി ഗണേശനോട് ഒരു പാട്ട് പാടി. അപ്പൊ അതിന്റെ പാട്ടിന്റെ ഇടയിൽ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അത് ശിവാജി ഗണേശനായിട്ട് ഡബ് ചെയ്യാൻ വേണ്ടി വരുന്നത്. TM സൗന്ദരരാജൻ എന്ത് ചെയ്ത്, ശിവാജി ഗണേശൻ ഇല്ലാണ്ട് വന്നപ്പോൾ അവർ സംഗീതം പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ വാക്കുകൾ താങ്കൾ എന്നെ ഡബ് ചെയ്യാൻ പറഞ്ഞു. TM സൗന്ദരരാജൻ അടിമനോഹരമായിട്ട് അത് ഡയലോഗ് പ്രസന്റ് ചെയ്ത് ശിവാജി ഗണേശൻ ഇത് കേട്ട് വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇതിന്റെ മുകളിൽ പറഞ്ഞാൽ കേട്ടില്ല, ഇത് TM സൗന്ദരരാജൻ എത്ര രസമായിട്ടാവും, ഇനി ഞാൻ പറഞ്ഞതിൽ ചേരൂല, കാരണം ഇതിന്റെ 100-1 പോലും എനിക്ക് എത്താൻ പറ്റില്ല. കാരണം അദ്ദേഹം പാടി ദേവനെ ഒന്നേ പാരുങ്കൾ എന്റെ ഇടയിൽ ഓ മൈ ജീസസ്. ഈ സാധനം ശരിക്കും നമ്മൾ ആ പാട്ട് കേട്ട ശിവാജി ഗണേശൻ പറയുന്നല്ലോ തോന്നുന്നു. പക്ഷെ അതിന് അദ്ദേഹം അല്ല പറഞ്ഞേക്കണ്, TM സൗന്ദരരാജന്. ഇദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ഇത് ഞാൻ ഇതിന്റെ 7 അയൽവക്കത്തൊക്കെ എനിക്ക് പറയാൻ പറ്റൂല, ഇത് മതി. അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ വന്നു. ആൾക്കാർ വിചാരിച്ചത് ശിവാജി ഗണേശൻ, പക്ഷെ അല്ല, TM സൗന്ദരരാജനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ പൂന്തേനരുവി എന്നൊരു സിനിമയിൽ നസീർ സാർ ഔസേപ്പിച്ച് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ ഒരു ക്ലൈമാക്സിൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ ദാസേട്ടനാണ് അത് ഡബ് ചെയ്തേക്കണത്. 2 വാക്ക് പറഞ്ഞ ശേഷം പാട്ടപ്പോൾ അതിങ്ങനെ നസീർ സാർ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കാണും നമ്മൾ വിചാരിക്കും നസീർ സാറ് ഡബ് ചെയ്ത്, അല്ല, ദാസേട്ടൻ. അപ്പൊ ഹൃദയത്തിനൊരു വാതിൽ സ്മരണതൻ മണിവാതിൽ തുറന്നു കിടന്നാലും ദുഃഖം, അടഞ്ഞു കിടന്നാലും ദുഃഖം. വീണ്ടും പാട്ട്, ഹൃദയത്തിനൊരു വാതിൽ സ്മരണതൻ മണിവാതിൽ തുറന്നു കിടന്നാലും ദുഃഖം, അടഞ്ഞു കിടന്നാലും ദുഃഖം. ഇത്രയും ഒരു പാട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ചില പാട്ടുകളാണ്. അത് നമുക്ക് ഒരിക്കലും ആ പാട്ടൊക്കെ നമുക്ക് വേദി പാടണം, അത്രയും നമുക്ക് പ്രാക്ടീസ് വേണം. അത്രയും കേട്ട് കേട്ട് പഠിച്ച് തരണം. സുശീലമ്മയുടെ അച്ചാണി എന്നൊരു സിനിമയിൽ നന്ദിത ബോസ് എന്ന കഥാപാത്രം ഒരു കൊച്ചുകുട്ടിക്ക് പാട്ട് പാടി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതായിരുന്നു പശ്ചാത്തലം. പി ഭാസ്കര മാഷ് അതിമനോഹരമായിട്ട് വാക്കുകൾ എഴുതി ദേവരാജ മാഷിന്റെ കൈ കൊടുത്തു. ദേവരാജ മാഷ് നന്നായിട്ട് ട്യൂൺ ചെയ്ത് സുശീലമ്മയെ പഠിപ്പിച്ചു. ഇപ്പോഴും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു തരാട്ട് പാട്ട് നമുക്ക് കിട്ടും നമുക്ക് തോന്നണില്ല. അതില് കൊടുത്തിരിക്കുന്ന ഭാഗം എന്താ വെച്ചാല്, സമയമാം നദി പുറകോട്ടൊഴുകി സ്മരണതൻ പൂവണി താഴ്വരയിൽ സംഭവമലരുകൾ വിരിഞ്ഞു വീണ്ടും വിരിഞ്ഞു വീണ്ടും. ഇതിന്റെ പല്ലവി ഇതാണ്. അതിന്റെ പല്ലവിയിലേക്ക് നമ്മൾ പോകുമ്പോ അതിന്റെ ഭാവം എത്രത്തോളം കൂടെ, സ്വർഗ കവാടം ഇറങ്ങി വന്നു തൻ്റെ സ്വന്തം മകനെ തേടി തേടി, ജനനീ നിന്റെ ജനനീ ജനിത സ്നേഹത്തിൻ
മായാ തരംഗിണി തരംഗിണി. ഇതാണ് അതിൻ്റെ പല്ലവില്. അപ്പം എത്ര വ്യത്യാസം അവിടെ വന്നു നോക്കി. അപ്പം ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ ഞാൻ പറഞ്ഞില്ലേ ചെയ്യണം. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 പാട്ട് നമ്മളൊന്ന് പഠിച്ച് കൊള്ളാട്ട പാട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ അവർ വിധികർത്താവായി. ഇന്നിപ്പം നമ്മുടെ നാട്ടിലൊക്കെ സംഭവമാണ്. പിന്നെ വിധികർത്താവായി. പിന്നെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയി കണ്ടിട്ട് അവിടെ പോയി ഇവിടെ ഒടിവല്ലേ. ഒരിക്കൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ലൈവായ ഒരു സംഭവം ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര സങ്കടം വന്നുപോയി. ഇതുപോലെ 2-3 ഗ്രൂപ്പിലൊക്കെ പാടുന്ന ഒരാൾ വന്ന് ഇങ്ങനെ വിധികർത്ത അവിടെ അങ്ങനെ കാണാൻ വേണ്ടി ഒരു ആൾ പയ്യൻ വലിയ കുഴപ്പമില്ലാണ്ട് പാടി. ഇപ്പം മനുഷ്യന്റെ അവസ്ഥയാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. സരസ്വതിയാണ്, എപ്പോൾ വേണമെങ്കിലും പോകാം. ഒന്ന് പാളിപ്പോയി. ആ പാളിപ്പോയപ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണിച്ചാണ്. കാരണം ആ കയ്യിൽ നിന്ന് പോയപ്പോണ്ട സന്തോഷം. അവരെന്താ പാടിപ്പോയി പോയി, അതായത് പോയി എന്താ ആ സമയം അയ്യോ അത് ഉൾക്കൊള്ളുന്നതാണ്. അയ്യോ കഷ്ടമായി പോയി എന്നാണ് നമുക്ക് തോന്നുള്ളൂ. ഇതെന്തോ പായസം കുടിച്ചോലായി പോയി. ആ പയ്യൻ പാടിയ വന്നപ്പോ ഒരു നോട്ടങ്ങോട്ട് തെറ്റി പോയിട്ടാ. എന്തൊരു മനസ്സാണെന്ന് ഞാൻ ആലോചിക്കണം. ഒരു പാട്ട് പാടുമ്പോൾ അവിടെ പറ്റിപ്പോ ചേട്ടൻ പണ്ട് പറഞ്ഞ പോലെ 10 പാട്ട് നമ്മൾ പാടി, 9 പാട്ട് നമ്മൾ നന്നായിട്ട് പാടി, ഒരെണ്ണം കൂടെ തെറ്റിപ്പോയി. ജയേന്ദ്രൻ പണ്ടത്തെ പോലെ പാടാൻ പറ്റാനുള്ള ടിപ്പാ, ഒരു രക്ഷയില്ല. അപ്പൊ അതിന് വിധി. അപ്പൊ ഈ 9 പാട്ടും പോയി. ഇത്രയും മനോഹരമായിട്ട് 9 പാട്ടും പാടി 10ാമത്തെ പാട്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ പറ്റി. ഒന്നും നമ്മൾ ആലോചിക്കാം. നമ്മൾ യേശുദാസാവൂലട്ട 10,000 ജന്മം കൊടുത്താൽ ആര് യേശുദാസും ജയചന്ദ്രനും ആകുമ്പോൾ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പാടി പോകാൻ പറ്റുന്നത് ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മളാരും വിധികർത്താവായിട്ട് മാറണ്ട. ആരുടെയും കുറ്റം വിമർശിക്കുന്നവന് വേറെ പണിയൊന്നുമില്ല. അവന് ജീവിതകാലം വിമർശിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. വേറെ ഒരു പണിയില്ല. വിമർശനം എന്ന് പറഞ്ഞാൽ അവൻ ജീവിതകാലം. പക്ഷെ അതുകൊണ്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടില്ല. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ വിമർശന ബുദ്ധിയോടെ കാണാൻ വന്ന അതിനാണുള്ളൂ. പണ്ട് തിലകൻ ചേട്ടനോട് ഒരാളെന്ന് പറഞ്ഞപ്പോൾ തിലകൻ ചേട്ടൻ തിരിച്ചു പോയി, ഈ ഒരു കാര്യം ചെയ്യും, നീ എന്നെക്കാൾ നന്നായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് നീ എന്നെ വിമർശിക്കുക. ഇതാണ് കറക്റ്റ് മറുപടി. നീ എന്നെക്കാൾ നന്നാ ഒരു പട്ടി നീ മുകളിലൊന്ന് അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് നീ എന്നെ കാണിക്കുക, എന്നിട്ട് നീ എന്നെ കുറ്റം പറ. പക്ഷെ നമ്മുടെ ഇവിടെ നടക്കുന്നത് ഒരു സാധനം അറിയാൻ പാടില്ലെങ്കിലും കുറ്റം പറയാനും വിമർശിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യം പറഞ്ഞ് അങ്ങനെ ഒരു മനോഭാവം നമ്മളുണ്ടാകരുത്. എല്ലാം പിന്നെ പലപ്പോഴും നമ്മൾ കാണുന്നത് പല ഗ്രൂപ്പിലും 50 പേര് പങ്കെടുക്കാനുണ്ടോ, ഏതെങ്കിലും പ്രോഗ്രാം വെച്ചാൽ അവന്റെ സമയം വന്നു പാടിയിട്ട് അവിടെ പോകും. മറ്റുള്ളവരെ പാട്ട് കേൾക്കുകയില്ല. എന്തൊരു മനോഭാവമാണ്. ഈ 50 പേരുണ്ടെങ്കിൽ 50 പേര് ഒരേ സമയത്ത് എത്തണം. നമ്മൾ പാടുമ്പോൾ മറ്റൊരു കാണിയാട്ട, അവർ പാടുമ്പോൾ നമ്മൾ കാണിയായിട്ടിരിക്കുക. അല്ലാതെ ഞാൻ എൻ്റെ സമയം ഞാൻ ഡയറിയും പൊക്കി അങ്ങോട്ട് പോവുക. ഏതായാലും പാടാൻ വന്നു നമ്മളൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ 50 പേര് പാടാനുണ്ടാവും. 50 പേരുടെ കൂട്ടായ്മയായിട്ട് നിൽക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. അല്ലാതെ എൻ്റെ സമയമാകുമ്പോൾ എൻ്റെ എത്രാമത്തെ 28ാമത്തെ നമ്പർ ഞാനപ്പോൾ വരാം. അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. അത് ശരിക്കും ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം 10 വർഷം നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ഞാനുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് നാടകം കഴിഞ്ഞ് വന്ന് വണ്ടി കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്, ലോറി കയറി വന്നൊക്കെ ഇന്നൊക്കെ എൻ്റെ മക്കളോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എത്ര വലിയ കാര്യമാണ്. 18 വർഷം മിമിക്സ് പരേഡിലായിരുന്നു. അത് എല്ലാത്തിനും നമ്മൾ പോയി. പക്ഷെ ഒരനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എത്രത്തോളം കഷ്ടപ്പെട്ടെങ്കിലും അത്. പിന്നീട് ട്രൂപ്പിലൊക്കെ പോകുമ്പോൾ ഒരു പാട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ചിലപ്പോൾ ആ പാട്ട് പോലും പാടാനുള്ള സമയം കിട്ടൂല. എന്തോരം വേദനിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം. പക്ഷെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് പാടെ മറന്നു കളയരുത്. വല്ലപ്പോഴൊക്കെ അത് ഓർക്കുക. ആ ഓർമ്മയായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ഒരു കലാകാരനായതുകൊണ്ട് കാര്യമില്ല, നല്ല മനസ്സിൻ്റെ ഉടമയാകണം. അവിടെയാണ് നമ്മുടെ വിജയം. ഒരു കലാകാരനാവണം, കലാകാരിയാകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നല്ലൊരു മനസ്സ്. അവിടെയാണ് പ്രേം നസീർ എന്ന നടനെ നമ്മൾ മാതൃകയാക്കേണ്ടത്. എത്ര പേര്, ഞാൻ ബോംബെയിൽ 2010 പ്രോഗ്രാമിന് പോയി. ഏറ്റവും നല്ലൊരു ഇതിലാണ്. ഞങ്ങൾ 10 ദിവസം ബോംബെയിലുണ്ടായിരുന്നു, അവിടുത്തെ കേരള സമാജത്തിനുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്പോൺസർ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഇന്ത്യയിലെ എല്ലാ ഗായകരോടെ കൊണ്ടുവന്നത്, ദാസുകേട്ടൻ മുതൽ എല്ലാവരും കൊണ്ടുവന്നിരുന്നത്. പക്ഷെ എന്നെ സ്പർശിച്ച ഒരൊറ്റ ഒരാൾ, അപ്പം തന്നെ ഞാൻ മറുപടി നസീർ സാറായിരിക്കും. കറക്റ്റ്, നസീർ സാറായിരുന്നു. മറ്റുള്ളവരൊക്കെ ഒന്ന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചു. പക്ഷെ നസീർ സാർ അങ്ങനെയല്ല. ഇന്ന് 2 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5 സ്റ്റാർ ഹോട്ടല് പിന്നെ എല്ലാ സൗകര്യങ്ങൾ പറയും. പക്ഷെ നസീർ സാറ് പറഞ്ഞത്, ഞാൻ നല്ലൊരു ഹോട്ടൽ അദ്ദേഹത്തിന് വേണ്ടി എടുത്തോട് പറയാം, എന്തിനാണ് ഗോപകുമാരെ, ഒരു ചേരുന്ന സാധാരണ ഒരു മുറി പോരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടി അവര് കാറിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സിഗ്നലൊന്ന് ബ്ലോക്കായി. ഏതൊരു മലയാളി ആൾക്കാർ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ ആരൊരു കുട്ടി ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ് നസീർ സാറ് വണ്ടി നിർത്താൻ പറഞ്ഞു. റോഡ് ക്രോസ് ചെയ്ത് ഇവരുടെ അടുത്തേക്ക് എന്ന്. ഒരു സൂപ്പർ സ്റ്റാറാണെന്ന് ആലോചിക്കണേ. റോഡ് ക്രോസ് ചെയ്ത് എന്ന് ചോദിച്ചു, ആ നാട്ടിൽ എവിടെയാണ്, ആ ചങ്ങനാശ്ശേരിയിൽ എവിടെയാണ്, അവരുടെ വിശേഷം അവർ പേടിച്ചു എന്ന് പറഞ്ഞു. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ വരുന്നത്.
അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസൊക്കെ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മെയിൻ പണിയെന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ഇരിക്കും, പപ്പ പാടി അഭിനയിച്ച പാട്ടുകൾ എന്നെ കുറിച്ച് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും, ഷാനവാസിക്ക് എങ്ങനെ നസീർ സാർ ഈ പാട്ട് ഇങ്ങനെ പെട്ടെന്ന് പഠിക്കണം? അതേ മൻസൂർ ചിലപ്പം ക്യാമറ ഇവിടെ വെച്ചിട്ട് മുറ്റത്തൊക്കെ എഴുതിയിട്ട് വരികൾ, എന്നിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് സ്വരങ്ങൾ പാടാൻ നേരത്തെ നസീർ സാറിന് എന്ത് പറ്റാതെ വരുമ്പോൾ ഈ നടികളുടെ പുറകെയൊക്കെ കൂടും. പറ്റാതെ വരുമ്പോൾ പറ്റില്ലെന്ന് പറയുമ്പോൾ ഷെയിലിട്ടൊക്കെ പറയും മുടിയൊന്ന് അഴിച്ചിട്ടേക്കണോട്ടാ. അപ്പോൾ പറ്റാണ്ട് പുള്ളി അങ്ങനെ അങ്ങോട്ട് ചാടി അങ്ങോട്ട് പോകുമെന്ന് പറയും. പക്ഷെ ഇത്ര ഇതായിട്ട് ഞാൻ വയലാറ് ഞങ്ങൾ കുടുംബത്തിൽ ഞാൻ ഓടുമ്പോൾ കഥ പറയും. ഭൂമിദേവ് പുഷ്പണിയായി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ദേവരാജ വയലാർ അച്ഛൻ എഴുതി, അത് ഏറ്റവും വലിയ സെക്സിനെ അതിമനോഹരമായിട്ട് കാവ്യ ഭംഗിയിലൂടെ വർണ്ണിച്ചേക്കാണ് ആ പാട്ട്. മഴ രണ്ടാം ഭാഗം സെക്സിനെ ഒരു സ്ത്രീയെ വർണ്ണിച്ചെടുത്തേക്കാണ്. ദേവരാജ മാഷ് അതിമനോഹരമായിട്ട് സംഗീതം ചെയ്ത് ആസേട്ടും പാടി, പ്രേം നസീർ സാറ് പാടി അഭിനയിക്കാൻ. പാടുമ്പോൾ പനിനീർമഴ ഓ മഴ തേൻ ഇങ്ങനെ തുടക്കം. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ആ എക്സ്പ്രഷൻ എന്താണ്, ചിലപ്പോൾ ഞാൻ തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് ഒരു നടൻ അതുപോലെ ഒന്ന് പാടി അഭിനയിക്കാൻ പറ്റും. ഞാൻ പറയുന്നു അത്ര ആ മുഖത്ത് എഴുതി. അതല്ല ദാസേട്ടൻ പറഞ്ഞത്, ഞാനൊരു പാട്ട് പാടി അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണത് നസീർ സാറ് പാടുമ്പോഴാണ്. ഇത് തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പാട്ട് പാടി നന്നായി എനിക്ക് തോന്നണപ്പോൾ നസീർ സാറ് പാടണം. അപ്പൊ അതിലെ കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂന്തുകൾ നുള്ളി മാറിൽ പൊട്ടി തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി ഇത്ര ഭാവം. അത് നമുക്ക് മറ്റൊരു നടനെ സങ്കല്പിക്കാൻ പറ്റില്ല. നസീർ ആ ഒരു തീവ്രത, ആ ഒരു അതാണ് ദേവരാജ മാസ്റ്റർ പറഞ്ഞത്. ദേവരാജ മാസ്റ്റർ ഒരൊറ്റ ഒരാൾ അംഗീകരിച്ചിവിടെ നസീർ സാറിന്. അത് അങ്ങേരെ ഒരു പാട്ട് അങ്ങ് കൊടുത്താൽ നസീർ അങ്ങ് ചെയ്തോളൂ, അത്ര പറയുള്ളൂ. അത് പറയേണ്ട കാര്യമില്ല. ഏത് ഷോട്ട് വേണമെങ്കിലും കറക്റ്റാണ്. ആ മുഖത്ത് വരും സാധനം. പൊന്നാപുരം കൂട്ടാന്ന സിനിമയിൽ നസീർ സാറിനെ കാണിക്കുന്ന ഒരൊറ്റ പാട്ട് ശീല. ഫസ്റ്റ് പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ദേവിയുടെ മുമ്പിൽ, ശരിക്കും ഇന്ന് നിങ്ങൾ ആ യൂട്യൂബിൽ കണ്ടോ, നസീർ ഇപ്പോഴത്തേക്കാണ്ട് വരും. അത് ചാമുണ്ടേശ്വരി രക്തേശ്വരി ഭൂമണ്ഡലാധീശ്വരി പ്രസീദ ഹേമാംബരാടം ഭാവം കേട്ടില്ല. ആ രണ്ടാമത് വ്യാളിമുഖം നിൻ പ്രഭാമണ്ഡലം വാളിനൊളിയാവണം ഈ പടവാളിനൊളിയാകണം ആയേ നിൻ രൂപമാ പാദചൂഢമീ മനസ്സിലുദിക്കേണം എന്നും മനസ്സിലുദിക്കേണം. എത്ര അത് ഞാൻ ദാസേട്ടൻ അവിടെ നമ്മൾ കാണും. ദാസേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു എന്നെ ഒരിക്കലും കാണാറില്ലെന്ന്. പ്രേം നസീർ സാറിന്റെ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും എന്നെ ആൾക്കാർ കാണാറില്ല. അവിടെ പ്രേം നസീർ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ദാസേട്ടനെ കാണൂല. അത് നസീർ സാർ ഇപ്പുറത്തിരുന്ന് പാടുന്നത് തോന്നുന്നു. എത്ര രസമായിട്ടാണ്. പിന്നെ ഒരു മാടപ്രാവിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പാട്ട് 3 സിറ്റുവേഷനിൽ ദേവരാജ മാസ്റ്റർ കമ്പോസ് ചെയ്ത്, നമ്മുടെ യൂസഫ് അലി കേച്ചേരി സാറാണ് അത് എഴുതിയിരിക്കുന്നത്. 3 സിറ്റുവേഷൻ പാടി അഭിനയിച്ചിരിക്കുന്ന നസീർ സാറ്. ആദ്യം ഒരു ക്ലാസിക്കൽ സ്റ്റൈലാണ് നസീർ സാറ് പേര്. ഞാനൊരു മലയാളി ഉഗ്രമായി പാടും തൊഴിലാളി നാടിൻ ഓരനരണാങ്കണത്തിലെ പടയാളി ഞാനൊരു മലയാളി. ഈ സിറ്റുവേഷൻ ഞാൻ അടുത്തതിൽ വരുമ്പോ ട്യൂൺ മാറി ഞാനൊരു മലയാളി പാപം പാടും തൊഴിലാളി. 3-ാം ഭാഗത്ത് വരുമ്പോ ഞാനൊരു മലയാളി പാടും തൊഴിലാളി നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി ഞാനൊരു മലയാളി. എന്താ രസം നോക്കിയത്. അപ്പൊ 3 സിറ്റുവേഷനിലെ 3 ട്യൂണിലെ പാടി വെച്ചിരിക്കുന്നത് ദേവരാജ മാസ്റ്റർ. ഈ ദേവരാജ മാസ്റ്റർ എന്ന് പറഞ്ഞാലേ പാടി പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ആദ്യം ഒരു നോട്ട് മാറ്റാൻ സമ്മതിക്കില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. പ്രളയ വയ്യോ നിന്റെ തൊണ്ടക്ക് വയ്യോ ഒരക്കട്ട താത്ത സമ്മതിക്കില്ല. അപ്പൊ പറയുന്നത് നീ പാടണ്ട, നിന്റെ സൗകര്യത്തിന് ഇറക്കാനല്ല ഞാനിവിടെ പാട്ട് കമ്പോസ് ചെയ്തേക്കണത്. അത് റെക്കോർഡ് പിച്ച് എന്താണോ അത് നിങ്ങൾ പാടണം, ഇല്ലെങ്കിൽ പാടണ്ട. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സാധനം, നിങ്ങളുടെ ഒരു സ്വരം എനിക്ക് ആവശ്യമില്ല, അതിലുള്ളത് പാടിയാൽ മതി. ഇപ്പൊ പലരും ചെയ്യണം എന്താണ്, പാട്ടിലുള്ളത് പാടില്ല, കയ്യിൽ നിന്ന് കയറ്റിയാൽ കിട്ടുള്ളൂ. നമുക്ക് അവിടെ വേണ്ട, പാട്ടിലുള്ളത് ശ്രദ്ധിക്കുക, എന്താണ് കൊടുക്കേണ്ടത് അതിൽ കൊടുക്കുക. ഇതാ ഇവിടെ വരുന്ന സിനിമയുടെ ടൈറ്റിൽ സോങ് ഉണ്ട്, അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ സൂട്ടിച്ചില്ലാതെ കയ്യിൽ നിന്ന് പോകുന്ന നോട്ടുണ്ട്. ഇതാ ഇതാ ഇവിടെ വരെ സാധനം മാറി. ഇതാ ഇതാ ഇവിടെ വരെ ഈ യുഗ സംക്രമ സന്ധ്യവരെ പരിവർത്തനത്തിൻ്റെ പാതവരെ പരിണാമസാഗര സീമവരെ ഇതാ ഇതാ ഇവിടെ വരെ എന്നോട്ട് മാറി അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദേവരാജ മാസ്റ്റർ പോലുള്ളവരാണ്. ഇതൊക്കെ ഒരുപാട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് പഠിക്കണം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ശരിക്ക് ചമ്മരം പടിഞ്ഞിട്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മളൊന്ന് പാടി നോക്കിയേ. അപ്പൊ സ്വരങ്ങൾ കിടക്കും, നമ്മൾ ഏത് രീതിയിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് പ്രാക്ടീസാണ്. അതുപോലെ ഇത് ദക്ഷംബുദ്ധ സ്വാമി എന്നോട് പറഞ്ഞ പോലെ 35 കൊല്ലം സംഗീതം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൊണ്ടയെന്ന് വരണം. ആളുകൾക്ക് ജ്ഞാനം അല്ല വേണ്ടത്. നമ്മളൊരു വേദിയിൽ പോയിരുന്നിട്ട് ഞാൻ 35 കൊല്ലം സംഗീതം പഠിച്ചാനുണ്ടാ, അതൊന്നും അവർക്ക് ആവശ്യമില്ല. തൊണ്ടയിൽ നിന്ന് എന്ത് സാധനം വരുന്നു ഇതാണ് അവർ കാണുന്നത്. പാട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ശ്രുതിയും താളത്തിൽ പാടിയെന്ന് വെച്ചാൽ പാട്ടാകുന്നില്ല. ശബ്ദത്തിന് സ്വരമാധുരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വെറുതെ പാടിയപ്പോൾ നമുക്ക് താളം ശ്രുതിയൊക്കെ ഉണ്ടാക്കി നമുക്കൊരു പാട്ട് പാടാം. അത് പാട്ടാകുന്ന പാട്ട്, അതിനെ പാട്ടെന്ന് പറയാൻ പറ്റുമോ? ചില പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാത്ത, ഇപ്പൊ വിവാഹിത എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സുമംഗലി ഓർപ്പിക്കുമോ, മായാജാലക വാതിൽ തുറക്കും, ദേവലൊരു തോകുമ്പോൾ. പക്ഷെ ഇതിൽ മാറിക്കിടക്കുന്നൊരു പാട്ടുണ്ട്. പാട്ടിൻ്റെ അതിലെ ഏറ്റവും നല്ല പാട്ടെന്ന് ഇതാണ്. പക്ഷെ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിന്റെ ഫസ്റ്റ് തിരിച്ചു വരുമോ ചെന്താമരകൾ തപസിരിക്കും പൊയ്കയിൽ നീ അരയന്നമേ. ഈ ഒരു പാട്ട് അതിൽ വയലാർ അച്ഛന് ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ ചേട്ടൻ ശരത്ചന്ദ്ര ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് അതാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മായാജാലകവാതിൽ തുറക്കും, മധുരസ്മരണകൾ, ഈ പാട്ടുകളൊക്കെയാണ്. പക്ഷെ ചില പാട്ട് ഞാൻ പറഞ്ഞില്ല, ചില സാധനം വിട്ട് കിടക്കും നമ്മൾ, അതിന് പ്രത്യേകതകളുണ്ടാവും. ഇത് അതുപോലുള്ള പാട്ട് ഇപ്പോൾ അച്ചാരമണി ഓശാരോമൻ എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയൊരു പാട്ട്, കാലത്തിനെ പടക്കുതിരയായിട്ട് പി ഭാസ്കർ മാസ്റ്റർ എഴുതിയിരിക്കുന്ന പാട്ട്, ദേവരാജ മാഷിന്റെ കോമ്പോസിഷനിൽ ദാസേട്ടൻ പാടി. കാലം രണ്ട് രീതിയിൽ കിടപ്പ്. കാലമാകിയ പടക്കുതിര കടിഞ്ഞാടില്ല കടിഞ്ഞാടില്ല പടക്കുതിര ഒരിടത്തുണ്ണിൽ കാതെയൊരു ഞൊടി നിൽക്കാതെ ഓടുന്നു പായുന്നു പടക്കുതിര. ഇതൊക്കെ നമ്മൾ കേൾക്കണം, ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കണം. ഞാൻ പറഞ്ഞ ഇപ്പോഴെങ്കിലും തീരുവില്ല, കാരണം അതിന് മാത്രം സാധനങ്ങളുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫീമെയിൽസ് പാടുന്നവരോടൊരു കാര്യം, ഉർവശി ഭാരതി എന്നൊരു സിനിമയിൽ സുശീലാമ്മ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്തെങ്കിലും യൂട്യൂബിലെടുത്ത് നിങ്ങളൊന്ന് കേൾക്കണം. അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ തൊണ്ടയ്ക്ക് നല്ല ഗുണം ചെയ്യുന്ന ചില സാധനം. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ട് വരും, പെട്ടെന്നൊന്നും അത് കയ്യിൽ ഒതുങ്ങൂല സാധനം, ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കേട്ട് പഠിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ലളിതാന മത്സരത്തിൽ 73 കാലഘട്ടത്തിൽ ഫസ്റ്റ് പ്രൈസൊക്കെ വീണ പാട്ടുകളാണ്. അന്ന് സിനിമാ പാട്ടുകൾ ലളിതാന മത്സരത്തിൽ പാടാക്കാലത്ത്. അപ്പം അതിൽ സുശീലമ്മ പാടി, തെക്കുറിശി ചേട്ടൻ എഴുതി, ദക്ഷംബുദ്ധ സ്വാമി സംഗീതം ചെയ്ത് സുശീലമ്മ പാടിയവിടെ. ഉദ്യാന പാലക നിൻ പുഷ്പവാടിയിൽ ഈ കാട്ടുമുല്ല കിടമുണ്ടോ
മുട്ടിട്ടു നാളുകളേറെയായി ഒന്നു പൊട്ടി വിടരുവാൻ മോഹം. ഉദ്യാന പാലക. നമ്മൾ വേറൊരു ലോകത്തോട്ട് പോകും. രണ്ടാം ഭാഗം മുട്ടിയുഴറിയോരുദ്യാനവാതിലും മുട്ടി വിളിച്ചതിൽ ഇന്നോളം തൊട്ടിട്ടില്ല, കണ്ണിൽ പെട്ടിട്ടില്ല, കയ്യിൽ കിട്ടിയിട്ടില്ലാർക്കുമിന്നോളം. എത്ര ഭാവത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വേദിയിൽ അവതരിപ്പിച്ചാൽ കിട്ടുന്നൊരു സുഖമുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ. അതാണ് ഞാൻ ചില വ്യത്യാസങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ദാസേട്ടനും ചേട്ടനും പാടുമ്പോൾ രണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കേൾക്കുമ്പോൾ ചില പ്രത്യേക പാട്ടുകൾ. വരദക്ഷിണ എന്ന് പറഞ്ഞ സിനിമയിൽ തമ്പി സാർ എഴുതി ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത് ദാസേട്ടനും പ്രിയപ്പെട്ട ചേട്ടനും പാടിയത് രസകരമറിവ്. ഫസ്റ്റ് സ്നേഹത്തിൻ പോവിടരും പൂങ്കാവനം, മോഹത്തിൻ ദീപമാടും ദേവാലയം, നന്മതൻ സംഗീതം സ്വര നൃത്തമാടും നവരാത്രി മണ്ഡപമേ കുടുംബം. സ്നേഹത്തിൻ പൂവിടരും, ഇത് വേണേ നമുക്ക് സ്നേഹത്തിൻ പൂവിടരും പൂങ്കാവനം ഇങ്ങനെയും പാടാം. പാട്ടിന് താളവും സ്തുതിയൊക്കെ ഉണ്ട്, പക്ഷെ ഭാവം ഉണ്ടാവൂല. അതില് വാതിൽ തുറന്നിട്ട ഹൃദയങ്ങൾ വെളിച്ചം വാരിപ്പൊണുന്നു സ്വപ്നങ്ങൾ. അടുത്ത ചേട്ടൻ അണിയറയില്ലാത്ത സദസ്സുകൾ അവിടെ അലിഞ്ഞു ചേർന്നാടും വർണ്ണങ്ങൾ. അടുത്ത ദാസേട്ടൻ ഈ ബന്ധനം മാത്രമേ ബന്ധുരം. രണ്ടുപേരും വ്യത്യാസ ആലാപന ശൈലിയിൽ വ്യത്യാസം വരുന്നത്. പിന്നെ പണ്ട് ദാസേട്ടൻ എനിക്ക് തന്ന രണ്ട് ഉപദേശമാണ്. ഒന്ന്, ആരെയും സ്വരം അനുകരിക്കരുത്. നിനക്ക് നിന്റെ സ്വരം സ്വതസിദ്ധമായ സ്വരം അത് നീ പാടിയാൽ മതി. പിന്നെ ഡ്രസ്സ് ആരെയും അനുകരിക്കേണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്. അതുകൊണ്ട് ഞാൻ കറുപ്പ് ഇടുള്ളൂ, അത് മറ്റൊരു വശം. കാരണം ആരും നമ്മൾ അനുകരിക്കേണ്ട. അതുകൊണ്ട് ഈ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന പുള്ളിക്ക് ഇത്തിരി പ്രശ്നമാണ്. കാരണം ആരെയും അനുകരിക്കേണ്ട. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന സമയത്ത് കൊമറൂർ ചേട്ടൻ ഉണ്ടായിരുന്നു, മെഹബൂബൊക്കെ ഉണ്ടായിരുന്നു. അവരവരുടെ സ്റ്റൈലിൽ പാടുക, ഞാൻ എൻ്റെ സ്റ്റൈലിൽ. ഞാൻ പാടിക്കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞപ്പോൾ ജയേന്ദ്രൻ വന്നു. ജയേന്ദ്രൻ സ്റ്റൈലിൽ പാടുക, അതെങ്കിൽ എ പി ബ്രഹ്മാനന്ദം. ആരെയും ശബ്ദം അനുകരിക്കണ്ട. നിനക്ക് നിന്റെ ശബ്ദം എന്താണോ അതിനെ അങ്ങോട്ട് പാടിയാൽ മതി. ഇതാണ് ദാസേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട് ഉപദേശങ്ങൾ. ഒറ്റ ഇതാണ്, ആരെയും നമ്മൾ അനുകരിക്കണ്ട. പിന്നെ നമ്മൾ ഗുരുക്കന്മാരെ നമ്മുടെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ആരെയും വിമർശകനാകാൻ നിൽക്കരുത്, ആരെയും കുറ്റം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെയൊന്നും സംഗീതത്തിൽ രക്ഷപ്പെടില്ല. നമുക്ക് എന്ത് കഴിവുണ്ടോ, നമ്മുടെ കുറവുകൾ ആദ്യം നമ്മൾ നമ്മുടെ ജഡ്ജാകുക. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജാവും, സ്വന്തം കാര്യം വരും വക്കീലും ആവും. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവരെ നമ്മൾ വിദ്യാർത്ഥി അവിടെ ശരിയാകാനുണ്ട്, നമ്മുടെ അവിടെ അങ്ങനെയൊന്നുമില്ല, ഇത് ഞാൻ കറക്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വക്കീലാവും. മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ ജഡ്ജാവും. ആ മനോഭാവം മാറ്റുക. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. നമ്മുടെ കഴിവുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അത് മാക്സിമം സമർപ്പണ ബോധത്തോടെ പ്രാക്ടീസ് ചെയ്ത്, ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ്, പ്രാക്ടീസ്. അത് മുടക്കരുത്. നമ്മൾ രാവിലെ പല്ല് കേൾക്കുന്ന ചായ കുടിക്കുന്നു പറഞ്ഞാൽ പ്രാക്ടീസ് ആണ്. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ പാടിയിരിക്കണം. പാട്ട് പ്രോഗ്രാം വരുമ്പോൾ മാത്രം പാടാനുള്ള ടെൻഡൻസി ഒരിക്കലും പാടില്ല. പ്രാക്ടീസ് ചെയ്ത് തൊണ്ട എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം. തുടച്ച് നമ്മുടെ ക്ലാബ് മാറ്റി കിണ്ടി എങ്ങനെ തിളങ്ങി നിൽക്കുന്നു അതുപോലെയാണ്. അല്ല നാളെ മറ്റന്നാ പ്രോഗ്രാം ഇന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാതെ പാടില്ല. പണ്ട് ബാബുക്കാട് ഒരു പ്രോഗ്രാമിന് ചിത്ര പറഞ്ഞൊരു കഥയുണ്ട്. ചിത്ര ഒരുപാട് പാടിയ പാട്ടാണെന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്തില്ല. അപ്പൊ നടന്നിങ്ങനെ രാവിലെ പോകുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും ജാനകി അമ്മയുടെ ശബ്ദം വരുന്നു. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ. ചിത്ര ഒരു നിമിഷം സ്റ്റണ്ടായി. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാടി വെച്ചപ്പോൾ ആയിരക്കണക്കിന് സ്റ്റേജ് ജാനകിമ പാടിയ പാട്ട് അന്ന് വൈകുന്നേരം പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അന്ന് ചിത്ര വിചാരിച്ചു, ഇനി എൻ്റെ ജന്മത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന്, പഠിപ്പിച്ചേറ്റം വലിയ പാടാൻ. അതാണ് ദേവരാജ മാസ്റ്റർ പറഞ്ഞത്, നീ ഇന്നലെ പാടിയിട്ടുണ്ട് എനിക്കറിയണ്ട, ഇന്ന് നീ പാടുന്നുണ്ടോ, കാലത്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഗായകൻ, ഞാൻ ആ ഗായകൻ്റെ പേര് പറയുന്നില്ല, ഒരു പ്രോഗ്രാമിന് ദേവരാജ മാസ്റ്റർ വിളിച്ചു. മാഷേ ഞാൻ നാളെ സ്പോട്ടിൽ എത്തിക്കോളാം, നീ വന്ന വഴി പോയിക്കോളാം പറഞ്ഞു. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. പ്രാക്ടീസിന് നേരമില്ല, ഞാൻ വന്ന വഴി സ്റ്റേയിലോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. മാസ്റ്റർ പറഞ്ഞു വേണ്ട, നീ ആ വഴി എന്നെ വീട്ടിലോട്ട് പോയിക്കോളാം പറഞ്ഞു.
കാരണം അദ്ദേഹത്തിന് പ്രാക്ടീസ്. അതുകൊണ്ട് ജേട്ടനൊക്കെ തലേദിവസം വന്നിട്ട് മഞ്ഞളയിൽ മുങ്ങിത്തൂർത്തേക്ക് ചേട്ടൻ എത്രയോ സ്റ്റേജിൽ പാടി എന്നിട്ടും അന്ന് വന്ന് പ്രാക്ടീസ് ചെയ്യുക. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കാണണം. പിന്നെ അഹങ്കാരം എന്നുള്ള സാധനം ഉള്ളിൽ കയറിയാൽ നാശം നമ്മുടെ വരാനായിട്ട് വലിയ നേരമൊന്നും ഉണ്ടാവില്ല. അത് മാറ്റണം. വിനയത്തിന്റെ പ്രതീകമാകണം. കാരണം നാളെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല നമ്മൾ നാളെ ഉണ്ടാവും എന്നുള്ളത്. ഇന്നലകൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഉള്ള നമ്മുടെ യാഥാർത്ഥ്യം. നാളെ നമ്മളുണ്ടാവും ഇല്ല, നാളെ ഗുഡ് മോർണിംഗ് പറയാൻ നമ്മൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം മരണം എപ്പോഴും നമ്മുടെ തൊട്ട് പുറകെ ഉണ്ടെന്നുള്ള ചിന്ത എപ്പോഴും വേണം. അങ്ങനെ വരുമ്പോൾ അഹങ്കാരം ഉണ്ടാവില്ല. അല്ല നമ്മൾ 200 കൊല്ലൂടെ ജീവിക്കാൻ ആ നാളെ നിങ്ങളെ കാണുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ അടുത്ത സുഹൃത്താണ് ഇടവ ബഷീർ. ഞങ്ങൾ ഒരുപാട് സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്നാലോചിച്ച് നിങ്ങൾ കണ്ടതല്ലേ, മാനാഹത്തും ആ പാട്ട് അദ്ദേഹം പാടിത്തീരുന്നതിന് മുമ്പ് ആ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ. ഇത്രയേ ഉള്ളു. നമുക്കൊന്ന് പാടി തീർക്കാനുള്ള സമയം പോലും ദൈവം തരൂല്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ചിന്തയിൽ വേണം. ഇപ്പൊ സംഗീതം എന്ന് പറയുന്ന എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ല. അത് ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് സമർപ്പണ ബോധത്തോടെ വിനയത്തിന്റെ മനസ്സോടെ കൊണ്ട് നടക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ ഇതേത് സമയത്തും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ വലിയ നേരമൊന്നുമില്ല. അതുണ്ടാകണം. ഏതിനെയും നമ്മളത് നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണാം. മറ്റുള്ളവർക്ക് മരുന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും മുറിവാകാതെ നോക്കുക. നമ്മുടെ വാക്കൊരിക്കലും മറ്റൊരു മുറിവാകരുത്. അത് ശ്രമിക്കണം. ഒരാൾ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാക്കുക. പണ്ട് ഞാൻ ആ ഗിന്നസ് ബുക്കിന്റെ ഒരു പരിപാടി കൂടെ പാടി കിട്ടിയൊരു സംഭവമാണ്. ഞാൻ ആളെ പറയണില്ല. അപ്പോൾ ചോദിച്ചതാണ്, അല്ല പുള്ളിക്കാരൻ ഇപ്പൊ കാണാതെ പാടാൻ നിർബന്ധം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അതൊരു കഴിവല്ലേ, കാണാതെ ഇപ്പൊ 20 മണിക്കൂർ പുള്ളിക്ക് കാണണമെന്ന് ഇത്ര നിർബന്ധം. ഇതാണ് നമ്മുടെ മലയാളികള്. അത് ഈശ്വര കടാക്ഷം. അത് നമ്മൾ കേട്ടുപിടിക്കണം. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇതെല്ലാം ഈശ്വരദാസേട്ടൻ പറഞ്ഞ പോലെ ഇത് ഈശ്വര വരദാനമാണ്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ വിനയമുള്ള മനസ്സോടെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് പോകാൻ വലിയ നേരമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നാടകത്തിന് പോയ സമയത്തും പെട്ടെന്ന് നാടൻ പഠിക്കൂരെന്ന്, അതുകൊണ്ട് മറ്റൊരു നടനില്ലാതെ വരുമ്പോൾ ഞാൻ കയറിയ വേഷം ചെയ്യാൻ പൈസ കിട്ടും എനിക്ക്. ഇപ്പൊ ശ്രീമൂലനേരം മോഹൻ ചേട്ടൻ്റെ ഒരു 1/2 കിലോ നാടകം 7 കഥാപാത്രം അതിലുണ്ടായിരുന്നു. 7 കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആ നാടക സ്ക്രിപ്റ്റ് എനിക്ക് ഒരു ദിവസം ഒരാളില്ലാതെ വന്നപ്പോൾ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയി പറഞ്ഞു കൊടുത്ത ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ശ്രീമൂലനേരത്തിൽ കൂടിയപ്പോൾ മോഹൻ ചേട്ടൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറയാൻ പാടില്ലെന്ന്. അപ്പം അതിലൊരു അഡ്വക്കേറ്റ് പറയുന്ന ഡയലോഗ് ഇന്നിപ്പോൾ അത് വളരെ പ്രസക്തമായ ഡയലോഗായിട്ട് മാറി. അപ്പോൾ ആ ഡയലോഗ് ഒരു അഡ്വക്കേറ്റ്, ഒരു ഗീത എന്ന് പറഞ്ഞൊരു പെണ്ണോട് പറയുന്ന ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഞാൻ 85 കളിച്ച നാടകമാണ്, പലപ്പോഴുണ്ട്. ഗീത പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കുറ്റവാളി കുളിച്ചിരിക്കാനും സ്വയം രക്ഷപ്പെടാനും ഏറ്റവും സൗകര്യമായ മാർഗം നമ്മുടെ നിയമസംഹിതകൾ തന്നെയാണ്. ശക്തി വാർന്നുപോയ ഉള്ളടക്കവും തിളക്കമാർന്ന പുറംചട്ടയുമുള്ള നിയമസംഹിതകൾ. ഇതൊക്കെ എത്രയും നല്ല ഡയലോഗ്സുകളായിരുന്നു. ഈ സാധനം ഞാൻ ചെന്ന നാടകത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് പാട്ടിലും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഗൾഫിൽ ചെന്നപ്പോൾ അന്ന് അബി, ഇന്നിപ്പോൾ അബിൻ്റെ നമ്മുടെ ഒപ്പം ഇല്ല. അന്ന് ഞങ്ങൾ മിമിക്സ് പരേഡിൽ 92 ഞങ്ങൾ ശാന്തികൃഷ്ണൊക്കെ കൂടി ഞങ്ങൾ ദുബായിൽ 1 മാസത്തെ പ്രോഗ്രാമിന് പോയപ്പോൾ അബി എന്നോട് പറഞ്ഞു, നീ ആ നാടകത്തിന് ഒറ്റയ്ക്ക് ചെയ്യാം. ഒന്ന് ഞാൻ ഈ നാടകത്തിന് ഫീമെയിൽ ടോൺ സംസാരിക്കുന്നു. അത് അവർ പ്രസന്റ്, കൊല്ലം നാടകം, ഇവിടുത്തെ നാടകമല്ല, കൊല്ലം നാടകം, അവർ ഫീമെയിൽ പ്രസന്റ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയുണ്ട്. അപ്പോൾ ഒരു നടനും നടിയും എന്നുള്ള സീക്വൻസ്. ഇപ്പൊ നടൻ വരുമ്പോൾ നടി കയറി വരുന്നു, ഗുഡ് മോർണിംഗ്, അത്ഭുതമായിരിക്കുന്നു, ഈ വരവോ, ഈ ധൈര്യം ആട്ടെ, എന്തിനു വന്നു? ജീവിച്ചിരിപ്പണെന്ന് അറിയാനിരിക്കും. ജീവിച്ചിരിപ്പണെന്ന് അറിയിക്കാൻ. ശിക്ഷിച്ചു കഴിഞ്ഞില്ലേ? ശിക്ഷ മുഴുവനും എനിക്കായിരുന്നല്ലോ. ആട്ടെ, പത്രത്തിലൊരു വാർത്ത കണ്ടു, വായിച്ചില്ലേ? വായിക്കാനുള്ളതാണല്ലോ വാർത്ത. അതെ, ഞാൻ ആരുടെ മുന്നിൽ തോറ്റിട്ടില്ല. വാക്കുകളുടെ സാമർത്ഥ്യം കൊണ്ട് വിജയം കൈവരിക്കാൻ പണ്ടേ ഞങ്ങൾ മിടുക്കനായിരുന്നു. അതെ, ഞാൻ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല. ഏതായാലും വളരെയധികം യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഞാൻ ഇവിടെ എത്തി. ഇനിയിപ്പോ ആവുന്നത്രയും തിരിച്ചു പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല, പോയിട്ട് കാര്യമില്ല. ഓഹോ, അപ്പോൾ കൊമ്പ് മാറാനുള്ള ചാട്ടമാണല്ലേ? പിടിച്ച കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, സഹിക്കും. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോഴും ഇതാണ് സീക്വൻസ്. അപ്പൊ ഇതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞ 3 അനുഭവങ്ങളെ ഞാൻ പറഞ്ഞ. ഗാനമേള സ്റ്റേജിൽ വന്നു, 8-10 വർഷം നാടകത്തിലായിരുന്നു, 18 വർഷം മിമിക്സ് പരേഡിലായിരുന്നു, 8 വർഷം ചിത്രകല അധ്യാപകനായിരുന്നു. അപ്പൊ ആ അനുഭവത്തിന്റെ വെളിച്ചമാണ് നമുക്ക് പറയുന്നത്. പക്ഷെ എന്ന് കരുതി നമ്മൾ അഹങ്കരിക്കാൻ പോയാൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ കിട്ടില്ല. പക്ഷെ എന്തായാലും ഇത്രയും വർഷത്തെ ആ ജീവിതത്തിനിടയിൽ എനിക്ക് ഇന്നിപ്പോൾ എല്ലാം ദൈവം എനിക്ക് തന്നു.
2 പെമ്മക്കളെ തന്നു, 2 പ്രൊഫസർമാരായി, 2 നല്ല മരുമക്കളെ കിട്ടി. ഒരാൾ എഞ്ചിനീയർ, ഒരാളിപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ഡോക്ടറായിരുന്നു, ഇപ്പോൾ വെൽക്കർ ഹോസ്പിറ്റലിലെ ഡോക്ടർ. ഇപ്പോൾ ഒരു കൊച്ചു മോളെ എനിക്ക് കിട്ടി. കിട്ടാമെന്നെല്ലാം ദൈവം തന്നു. ഇനിയിപ്പോൾ നാളെ ഞാനില്ല. ഇപ്പം ഞാൻ മക്കളോട് എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സേഫായി. അതെല്ലാം ഈ കല കൊണ്ട് എനിക്ക് ദൈവം തന്നതാണ്. പക്ഷെ അവിടെ ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇന്ന് നിൽക്കുന്ന നാളെ നമുക്ക് നിന്നുള്ള ഒരു ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം, ഒരു പാട്ടാണ് നിങ്ങൾ പാടുന്നതെങ്കിലും ഒരു 300 പ്രാവശ്യമെങ്കിലും നിങ്ങളത് കേട്ടിരിക്കണം, ശരിക്കും അറിയണം. അത് അറിഞ്ഞിട്ട് വേണം പാടാനായിട്ട്. അല്ലാതെ 10 പ്രാവശ്യം കേട്ടാ ഞാൻ പാട്ട് ഓക്കെയാണ് കേട്ടാ എന്നും പറഞ്ഞ് വേദി പാടരുത്. അത് ക്ലിയർ ആവില്ല. പാട്ടിന്റെ ആത്മാർത്ഥത എത്രത്തോളം, അത് എത്രത്തോളം കേൾക്കുക എന്നുള്ളതനുസരിച്ചിട്ട് വേണം പാടാനായിട്ട്. മതിയായാലും സമയം എന്തായാലും ഓക്കെ. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ ചെറിയ അനുഭവം കൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഒന്നും ജ്ഞാനികളല്ല. നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കുറേ നല്ല സംഗീതജ്ഞനുമായിട്ടുള്ള സഹവാസം, അതിലൂടെ കിട്ടിയ കൊച്ചു കൊച്ചു അറിവുകൾ. ഞാൻ പറഞ്ഞു നമ്മളൊന്നുമല്ല, വളരെ നിസ്സാരക്കാരനാണ്, നമ്മളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സന്തോഷമുള്ളു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, കരയൊക്കെ ഗാനത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ചോദിക്കാം. എല്ലാവരും പിടിച്ചു വരാം. ഇതൊരു പോലീസുകാരത്തിയാണ്. പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഹലോ നമസ്കാരം. പാട്ട് പാടുന്ന സമയത്ത് ഹമ്മിങ് വരുന്ന സമയത്ത് ഇങ്ങനെ തല വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്ന നമ്മൾ അറിയാതെ വരുന്ന ചില സാധനങ്ങളാണ്. നമ്മൾ അതിനുവേണ്ടി ചെയ്യണതല്ല. അത് ചിലപ്പം ചില നോട്ടുകൾ പാടും. ഇപ്പൊ ദാസേണ്ണൊക്കെ പാടുമ്പോ കണ്ടു പാടുമ്പോ പതിയും പത്മതീർത്ഥമേ ഇങ്ങനെ പാടിരുമ്പോ ഇങ്ങനെ അടിമക്കിടത്തിയ ഭാരത പൗരനുട, ഇത് നമ്മുടെ ഒരു ആ സാധനത്തിൽ വരുന്ന സാധനങ്ങളാണത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ നുണക്കുഴിപ്പൂമൂടും കുറുനിരകൾ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. അത് അതിനുവേണ്ടി നമ്മൾ ചെയ്യണതല്ല. അത് ആ ഭാവത്തില് ഞാൻ പറഞ്ഞില്ല, ആ ഒരു പാട്ടിന് എന്താണ് ഭാവം, പക്ഷെ അത് ശരിക്കും കാണിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ശൃംഗാര ഭാവമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മളെ ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറയാണ്, അഭിനയം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മള് പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല, ഈ സ്ഥാനത്ത് പരം പാപത്തിൻ കഥകൾ രചിച്ചൊരൻ ഇങ്ങനെ പാടി എങ്ങനെ ഇരിക്കും? അപ്പൊ ആ കൊടുക്കുന്ന വരികളും സംഗീതവും നമ്മുടെ മുഖത്ത് വരണം. അതില്ലെങ്കിൽ പോയില്ല. അത് നമ്മുടെ മുഖത്ത് വരണം. ഇപ്പൊ നമ്മള് കൺമുനയാലെ ചീട്ടുകൾ കച്ചക്കി നമ്മളിലിപ്പു കളിയാടാൻ പെണ്ണെ കളിയിൽ തോറ്റു, അതൊരു ശൃംഗാരഭാവത്തിലാണത്. അപ്പൊ അത് അതിന്റെ ഭാവം. അവിടെ നമുക്കിപ്പോ കരഞ്ഞുകൊണ്ട് പാടാൻ പറ്റില്ല. പക്ഷെ ചില പാട്ടുകൾ നമ്മൾ ചില സാധനങ്ങൾ വരുമ്പോ ഇപ്പൊ ഈശ്വരനേക്ക് വിരുന്നിന് പോയി, അതിന്റെ ഒരു ഭാവം. അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു അന്തപുരമാകെ ഓരിത്തരിച്ചു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ നമ്മുടെ അത് വരണം, നമ്മളാ ഭാവത്തിൽ ഉൾക്കൊള്ളണം. അപ്പോൾ ഇതെല്ലാം അറിയാതെ വരും എന്നുള്ളത്. താങ്ക് യു. നമസ്കാരം. ഒരു പാട്ട് തന്നെ പലരും പാടുമ്പോൾ ശ്രുതിയും താളമൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ആ പാട്ടിനൊരു മാധുര്യം, ഒരു ക്ലാരിറ്റി ഉണ്ടാകാറില്ല. അത് മെയിനായിട്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പാട്ട് കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പാട്ടിന്റെ ഭാവതലങ്ങൾ നമ്മൾ ആ സ്വരശുദ്ധിയോടെ കേൾക്കണം. ശരിക്കും ഓരോ നോട്ടുകളും കൃത്യമായിട്ട് കേട്ട് നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം. അതന്നെ പറയാം, 10 പ്രാവശ്യം കേട്ട് പെട്ടെന്ന് വേദി പാടരുതെന്ന് നമ്മൾ പറയുന്നത്.
അത് ശരിക്കും നമ്മൾ കേട്ട് 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 തന്നെ പഠിച്ചെങ്കിൽ മാത്രമാണ് ചില നോട്ടുകളൊക്കെ നമുക്ക് പാടാൻ സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കണം, എങ്കിലാണ് ആ സാധനം കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ വരില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മള് കുട്ടാനം കുളിരരുവി ചിറ്റോളം ചേലം തുചാർത്തിയ കുളിരരുവി ഈ ചിത്രകൂട മുഖങ്ങളിൽ ഒഴുകി വരൂ ഇങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ സാധനം അതിവിടെ തന്നെ കിട്ടണം. അല്ലെങ്കിൽ നമ്മള് കുട്ടാലം കുളിരരുവി ചിറ്റോളം ചേലം ഇങ്ങനെ പാടിയാൽ അതിനെ ഭാവമില്ല, അവിടെ ആ സാധനം നഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കേട്ട് കേട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ആ സാധനം കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 8 വർഷം മുമ്പ് ചൊവ്വല്ലൂര് ഒരു പ്രോഗ്രാമിന് പോയി. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത്, മൻസൂർ മാഷെ സ്റ്റേജില്ല, വലിയൊരു ആൽമരത്തിന് ചുറ്റും ഞങ്ങൾ ഒരു 600 കസേര ഇട്ടിട്ടുണ്ട്. ഈ ആൽമരത്തിന് മുകളിൽ നിന്നിട്ട് വേണം താങ്കൾ പാടേണ്ടത്. ഈ നോട്ടീസ് കിട്ടിയപ്പോൾ അതിനേക്കാളേറെ രസമായി. ഞങ്ങളിതാ ഒരു പുതിയ ഗതകാല സ്മരണ അയൽവർക്കം കൊച്ചിൻ മൻസൂർ വരുന്നത് താഴെ പുതിയ പാട്ടിനെ സ്നേഹിക്കുന്നവർ ദയവായി ഈ പരിസരത്തോട്ട് വരരുത് എന്ന് പറഞ്ഞ് താഴെയിട്ട് അവരുടെ നോട്ടീസും കൂടി എനിക്ക് അയച്ചു. ഞാനവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചൊവ്വല്ല കൃഷ്ണൻകുട്ടി സാറുണ്ടായിരുന്നു അവിടെ. ഞാൻ ഇതുപോലെ പാട്ട് പലരും പറഞ്ഞു പാട്ടപ്പോൾ സാറ് സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞ്, എൻ്റെ ആ പാട്ടൊന്ന് പാടുന്ന ഒരു നേരമെങ്കിലും കാണാതെ. ഞാൻ ഓക്കെ സാറേ. ഞാനത് പറഞ്ഞു. ഇത് ചൊവ്വല്ല കൃഷ്ണൻകുട്ടി സാർ എഴുതി, ടി.എസ്. രാധാകൃഷ്ണൻ ചെയ്ത് നമ്മുടെ അടുത്ത സുഹൃത്ത് അദ്ദേഹം സംഗീതം ചെയ്ത് നാസേട്ടൻ പാടിയതാണ്. ഇപ്പം ടി.എസ്. രാധാകൃഷ്ണൻ ഒരിക്കൽ പറയുകയും ചെയ്തത്, ഞാനല്ല ട്യൂൺ ചെയ്തേക്കണത്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ എൻ്റെ ഹൃദയത്തിലോട്ട് വന്ന് ചെയ്താന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ചൊവ്വല്ലകൃഷ്ണൻ സാറും വൈഫും മക്കളെല്ലാം സ്റ്റേജിൽ കയറി എനിക്ക് 3001 രൂപ സമ്മാനം തന്നിട്ട് പറഞ്ഞു, അത് മനോഹരമായിട്ട് മൻസൂർ ഇത് പാടി, ഈ ഓർമ്മശക്തി എന്നും ദൈവം നിലനിർത്തി തരട്ടെ, ഇത് ഞങ്ങളുടെ. അപ്പോൾ ഈ കിട്ടിയൊരു അപ്പം അതിൽ ആ ചില ഭാഗങ്ങളുണ്ട്. ഇപ്പം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും ഒരു പീലിയെങ്ങാനും കാണുമ്പോഴത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. അപ്പോൾ ഇത്രയും സാധനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, അത് നമ്മൾ ആ ഭാവതലങ്ങളിലൂടെ നമ്മൾ കടന്നു പോണതാണ് ഞാൻ പറഞ്ഞത്. ആ പാട്ട് അത്രയും നമ്മൾ കേൾക്കണം. ഇപ്പോൾ വിജയമാഷ പറഞ്ഞ ചോദ്യം നല്ലതാണ്. പാട്ടും അതിൽ ശ്രുതിയും താളവും ഒക്കെ ഉണ്ട്, സാധനമില്ല, പലർക്കും ഇല്ലാതെ പോകുന്നതിന് പ്രശ്നം ഇത് തന്നെ. പാടുമ്പോൾ പറയാം, അതിന് പാട്ടും തന്നെ പറയാം, പക്ഷേ ശ്രദ്ധിക്കേണ്ട അതാണ് ദേവരാജ മാഷ നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രുതിയും താളത്തിനേക്കാൾ അപ്പുറം ഞാൻ മാർക്ക് കൊടുക്കുന്നത് എക്സ്പ്രഷൻ, പാട്ടിന്റെ ഭാവം. ഇപ്പൊ മാഷ പറഞ്ഞുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നീലക്കണ്ണുകൾ എന്ന് പറഞ്ഞ സിനിമയില് ഇവിടെ വയലാർ എൻ്റെ അച്ഛൻ എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ മരിച്ചുപോയ ഇളയ സഹോദരി സിന്ധു ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ വയലാർ ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, ഞാനും ചേട്ടനും അമ്മ എല്ലാവരും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഇരുന്ന് അച്ഛൻ്റെ പാട്ടിനെ കുറിച്ച് ചർച്ച. അപ്പോൾ ഇങ്ങനെ മയൂര നർത്തനം മാടി എന്ന് പറഞ്ഞ നിലകൊണ്ട് അത് നമ്മൾ പറഞ്ഞൊരു ഹൈ പ്രാക്ടീസ് അല്ലെങ്കിൽ പാട്ട് വിടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പല്ലവി മയൂര നർത്തനമാടി മലർക്കളി ചെണ്ടുകൾ ചൂടി മാധവ പൗർണമി വന്നാലും പുൽവരമ്പിന്മേലിരുന്ന. ഇതാണ് പല്ലവി. രണ്ടാം ഭാഗം നമ്മൾ ശരിക്കും എവറസ്റ്റ് കൂട്ടിയുടെ മുകളിൽ നിന്ന് വിട്ട് താഴേക്ക് എങ്ങനെ ചാടി എങ്ങനെ ഇരിക്കുക അതുപോലെയാണ്. അപ്പൊ വിസ്മൃതിവാതിലടച്ചാൽ തുറക്കുന്ന തത്വവിഷാദങ്ങളോടെ ഏതോ ഗ്രീഷ്മത്തിൻ ഏകാന്ത നിശ്വാസം കാതോർത്തു നിൽപ്പുമി കാട്ടിൽ എന്നെ തിരയുന്ന സൗരഭ്യമേ നിനക്കെന്റെ സാഷ്ടാംഗ പ്രണാമം. അപ്പൊ മോളിൽ നിന്ന് നമ്മൾ വന്ന് നേരെ താഴിലേക്ക് എത്തി. താങ്ക് യു. മൻസൂർ നമസ്കാരം. ഒരുമിച്ച് പഠിച്ചാണ് ശെൽവരാജ്, ഞങ്ങൾ ഒരുമിച്ച് കലൂർ സ്കൂളിൽ പഠിച്ചാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഇപ്പൊ എല്ലാരും പാടുന്നത് താങ്കളെ ഒരു
ബ്രീത്തിങ് കൺട്രോൾ ചെയ്ത് പാടുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതൊന്നും എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ബ്രീത്തിങ് കൺട്രോൾ നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെ കിട്ടണം. അതും അത് നമ്മളെ ഓരോരുത്തർക്ക് കപ്പാസിറ്റി ഓരോരുത്തരുടെ വരിക്കില്ല മറ്റുള്ളത്. പിന്നെ ഇതിന് ഏറ്റവും നല്ല സംഭവമുണ്ട്. നമ്മൾ വായിൽ കുളിക്കാൻ നേരത്ത് വായിൽ വെള്ളം കൊപ്പളിക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇതെടുത്തിട്ട് എത്ര ടൈം കിട്ടും നോക്കുക നിങ്ങൾ. ഇതിങ്ങനെ വായിൽ വെള്ളം വെച്ചിട്ട് തന്നെ എത്ര ടൈം കിട്ടും നോക്കുക. അങ്ങനെ ഓരോ ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുമ്പോൾ ടൈം നമുക്ക് കൂടുതൽ ബ്രീത്ത് കിട്ടും. അതങ്ങനെ പ്രാക്ടീസ് എടുക്കണം, വായിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ ചിലവർക്ക് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അത് നമ്മൾ തന്നെ പ്രാക്ടീസ്. ഇതിന്റെ നിരന്തരമായ കാര്യം എന്ന് വെച്ചാൽ ശെൽവരാജ് പ്രാക്ടീസാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മൾ സംഗീതമൊക്കെ പഠിച്ച് നമുക്ക് എല്ലാ സാധനമൊക്കെ അറിയാം, എല്ലാം കറക്റ്റാണ്. പക്ഷേ ഇത് പ്രാക്ടീസിലേക്ക് കിട്ടില്ല, പോയില്ലേ? കൃത്യമായിട്ട് നമ്മൾ സ്വരങ്ങൾ പാടുമ്പോഴേൽ ഏത് നോട്ട് പാടെങ്കിലും. ഇപ്പൊ ഞാൻ പണ്ട് ഐത്തം എന്ന് പറഞ്ഞ സിനിമയിൽ പണ്ട് ഞാൻ പാടിയിരുന്ന സമയത്ത് അത് ഒന്ന് BA ചിദംബരനാഥും പാടി പെട്ടത് ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് അദ്ദേഹം പാടുമ്പോ ഇത് അടുത്ത ദാസന്റെ ഏഴു സ്വരങ്ങളാ സുശോഭനം പ്രപഞ്ചഹൃദയ. ഇങ്ങനെ ഈ സ്വരം നമ്മൾ എങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ അത് ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ രാവിലെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രീത്തിന്റെ കാര്യം ഇതാണ്. ഇത് നമ്മൾ തന്നെ നിരന്തരമായി നിന്ന് ഇങ്ങനെ എത്ര ടൈം നമുക്ക് കിട്ടും എന്ന് നോക്കാം. എന്നിട്ട് കൂടുതൽ ശ്വാസം പിടിക്കരുത്, അത് പണി കിട്ടും. ഇപ്പോൾ ദാസേട്ടൻ പറഞ്ഞ പോലെ ഗംഗ എന്നുള്ള പാട്ട് ഞാൻ പാടി. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ശ്വാസം പിടിച്ച് ചാകണ്ട. ഞാൻ കുറച്ചെടുത്തുള്ളൂ, ബാക്കി അദ്ദേഹം വലിച്ചിട്ടേക്കാണ്. ഞാൻ ശ്വാസം പിടിച്ചപ്പോൾ നിങ്ങൾ വലിച്ച് ചാകേണ്ടത് ദാസേട്ടൻ പറഞ്ഞത്. നമ്മൾ ഗംഗേ എന്ന് പറഞ്ഞ അവസാനം പിടിച്ച് തൊണ്ട കയറി പിടിച്ചതൊന്നുമില്ല. ദാസേട്ടൻ കുറച്ച് അല്പമായിട്ട് നീട്ടി ബാക്കി അങ്ങോട്ട് നീട്ടിയിട്ടേക്കാണ് സാധനം. ഇതാണ് സംഭവം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മൈക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വല്ല അതുണ്ട്? മൈക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ കറക്റ്റ് ഫ്രീക്വൻസി. ഇത് ഇങ്ങനെയല്ല, ഇതാണ് കറക്റ്റ്. ചിലര് ഇങ്ങനെ പാടും, അത് തെറ്റാണ്. അത് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഇത് ഇവിടെ നിന്നാണ് തൊണ്ടവൻ. അപ്പൊ നമ്മള് ഇതാണ് ഇവിടെ നിന്ന് വരേണ്ടത്. ഇത് ഇങ്ങനെ വരും, നമുക്ക് സ്ട്രെയിൻ വരികയാണ്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കറക്റ്റ് നമുക്ക് ഈ ഇവിടെ നിന്ന് വന്നത് ഇതാണ് കറക്റ്റ്, ഇവിടെ നിന്ന് കിട്ടണം. പിന്നെ അതുപോലെ കുറച്ച് നമുക്ക് അനുനാസ്യം എന്ന് പറഞ്ഞ ഈ സാധനം മൂക്ക് കുറച്ച് ചേർക്കണം. അറ്റം വരുമ്പോൾ മൂക്ക് ചേർക്കണം, കംപ്ലീറ്റ് ചേർക്കരുത്. അത് അറ്റം വരണം. അപ്പൊ രാജാധിരാജന്റെ പൊൻതിരുമേനി ഈ സാധനം ഇങ്ങനെ വരണം. അതാ ചിലതിൽ മാത്രമാണ് ആ അനുനാസ്യം കൊടുക്കേണ്ടത്. ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ മൂക്കണ്ട് പാടെന്ന് പറയും. അത് കൊടുക്കുക. ആ മൈക്കിന്റെ ഫിക്സ്. അപ്പൊ പിന്നെ പൊത്തി പിടിച്ച് എൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് പാടുന്നവരുണ്ട്, അതും തെറ്റാണ്. പിന്നെ ഏറ്റവും വലിയ കുഴപ്പം ചിലർ ഈ ചെവി കുത്തി പിടിച്ച് പാടാം. അതാണ് എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയ പ്രശ്നം. ചെവി കൈയോട് ഇതെന്തിനാ അങ്ങനെ ചെയ്യണത്? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടത്. നമുക്ക് മോണിറ്റർ കിട്ടണ്ടേ? അയ്യോ എനിക്കറിയില്ല. പക്ഷെ സംഗീതം അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുനതൊന്നും മാറ്റി പിടിക്കണോട്ടെ. കാരണം നമ്മുടെ ഈ ചെവി നമ്മൾ അടച്ച് സംസാരിച്ചു നോക്കിയേ. നമ്മൾ ചെവി അടച്ചിട്ട് സംസാരിക്കുക, ഒരു വേറെ സ്വരമല്ല വന്നത്. അപ്പൊ സ്ട്രെയിനാണ് വരുന്നത്. പിന്നെ മാത്രം നമുക്ക് മോണിറ്റർ കിട്ടണം, ശ്രുതി കറക്റ്റ് കിട്ടണം. അപ്പൊ നമ്മളിത് ഇന്നാളെ ഞാൻ ഒരു പുള്ളിക്കാരത്ത് വന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഒരു താഴ്വരയിൽ ജനിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെവി. എന്തോ ബുദ്ധിമുട്ടാണ് ഈ കാണിക്കണം. നമ്മൾ ഇത്രയും തൊണ്ടക്ക് പിടിച്ചോണ്ട കാര്യമില്ല. നമുക്ക് ഇത് കിട്ടണ്ടേ. അത് പണ്ട് മാധുര്യമ്മ ഇങ്ങനെ പാടുന്ന ഒരു സ്റ്റൈലുണ്ടായി. അതിനൊരു സുഖത്തിന് വേണ്ടി മാധുര്യമ്മ ഇങ്ങനെ പിടിച്ച, ഒരിക്കലും ഇങ്ങനെ പിടിച്ചിട്ടില്ല, ഇങ്ങനെ പിടിച്ച പാട്. അത് പുള്ളിയുടെ ഒരു സ്റ്റൈലാണത്. പിന്നെ എല്ലാവരും ഇങ്ങനെ, ചിലര് ഇതണ്ട ഇതിങ്ങനെ അടച്ചു പിടിക്കും, ഇത് അടച്ചു വെച്ചിട്ട് പാടും. അപ്പൊ നമ്മുടെ തൊണ്ടയ്ക്ക് വന്ന സ്ട്രെയിൻ നിസ്സാരമില്ല, അത് തൊണ്ടയ്ക്ക് കേടാണത്. അങ്ങനെ ചെവി പിടിക്കും. കാരണം നമുക്ക് മോണിറ്റർ കിട്ടണ്ടേ. ശ്രുതി കറക്റ്റ് കിട്ടിയാലേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അടച്ചു പിടിച്ച് നമുക്ക് ശ്രുതി കിട്ടണം എങ്ങനെയാണ്? അപ്പൊ ഇച്ചോട്ട് വരില്ലേ. പിന്നെ അത് ആ ഒരു പ്രവണത വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ സംഗീത അത് മാറ്റുക. തീർച്ചയായിട്ടും അത് പ്രാക്ടീസിലൂടെ കിട്ടും നമുക്ക്. ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ. മൻസൂറെ, നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ വെള്ളം കുളിക്കാൻ നേരത്തല്ലേ വെള്ളം ഇങ്ങനെ വായിൽ വെച്ചിട്ട്, അപ്പൊ നമ്മുടെ ഈ പ്രായത്തിലൊക്കെ ചെയ്ത പണി കിട്ടുമോ? അത് തുടക്കത്തിൽ തന്നെ സമയം കൂടുതൽ എടുക്കരുത്. അതായത് നല്ല പ്രായത്തിലാണെങ്കിൽ നീ പറഞ്ഞ ഓക്കെ. അതല്ല സുരേഷേ, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് കൂടുതൽ ടൈം പിടിച്ച് നമ്മൾ ചത്തുപോകും.
അതല്ല ഞാൻ എന്റെ ഈ ചോദ്യം ഞാൻ വേറൊന്നും കൊണ്ടല്ല, ന്യായമാണ് പറഞ്ഞത്. അതായത് പാടാനുള്ള ആഗ്രഹവും ആർത്തിയും കൊണ്ടാണ് പാടുന്നത്. അല്ല ഇപ്പൊ നമ്മള് 10 എടുത്ത് ഒരു മിനിറ്റ്, പാടാനുള്ള ആഗ്രഹം ആർത്തിയും കൊണ്ടാണ് ഈ പാടുന്നത്, ഇതിനു വേണ്ടി നടക്കുന്നില്ല. നമ്മളിത് എത്രയും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമല്ല. അപ്പൊ കുളിമുറി കയറിയിട്ട് വെള്ളം പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു അതൊന്ന് ശരിക്കും വിശദീകരിക്കണം, അല്ലെങ്കിൽ അതൊന്ന് അതെ തുടക്കത്തിൽ നമ്മളൊരു 10 വെക്കുക, എന്നിട്ട് കൂട്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ പ്രായം കൂടെ നോക്കണം. അത് കുറച്ച് വിടുക. തുടക്കത്തിൽ 100 പോകരുത്, തുടക്കത്തിൽ 100 പോകണ്ട. നമ്മള് പതുക്കെ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, തൊണ്ടയ്ക്ക് നമ്മള് ഇപ്പൊ രാത്രി കിടക്കുന്ന സമയത്ത് ഫാനിന്റെ കാറ്റ് കുറയ്ക്കുന്നതിന് പഞ്ഞ് നമ്മൾ വെച്ച് കിടന്നു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് നല്ലൊരു ഇതാണ്. അല്ലെങ്കിൽ കൂടുതൽ ഫാനിന്റെ കാറ്റ് നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ചെവിയിൽ. അപ്പോൾ ചെവിയിൽ നമ്മളത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ നേരം വിളിക്കുന്ന ഒരു ഫാനിന്റെ കാറ്റ് ഇങ്ങനെ ചെവിയിലൂടെ നിന്ന് തൊണ്ടയ്ക്കാണ് അടിച്ചു കയറുന്നത്. അപ്പോൾ ഇതൊന്നും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കണം, ചെറുപഴം ഒഴിവാക്കണം. ചെറുപഴമാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. അസമയം ചിങ്ങമ്പഴമോ ഏത്തപ്പഴമോ ഒന്നും പ്രശ്നമില്ല. ചെറുപഴം വെള്ളി നമുക്ക് ഹോൾസെയിലായിട്ട് മേടിക്കാം നമുക്ക്. ചെറുപഴം കഴിച്ചിട്ട് പാടാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കണം. പിന്നെ മോരാണ് ഏറ്റവും ഡേഞ്ചർ. ആ ഒരു സാധനം ഭയങ്കര ഡേഞ്ചറാണ്. അസമയം തൈര് കഴിച്ചാലും വലിയ കുഴപ്പമില്ല. മോരെന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കണം. എന്നിരുന്നത് ഇതൊക്കെ കഴിച്ചു വെച്ചാൽ പാടാന്ന് ചോദിച്ചൊക്കെ പാടാം. പക്ഷെ അത് ചില ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യം അത് വേറൊരു സൃഷ്ടിയാണ്. അതുപോലെ എല്ലാവരും ആവില്ല. അത് പിന്നെ നല്ല കട്ടത്തൈരും കൂട്ടി കഴിക്കും, നല്ല കൂൾ വാട്ടറൊക്കെ ഇട്ട് കഴിച്ചിട്ട് ഏത് ഹൈനോട്ടിലും പാടും. പക്ഷെ എല്ലാം അത് പറ്റും. പക്ഷെ ദാസേട്ടനെ കണ്ട ഇതൊന്നുമില്ല. അദ്ദേഹം അതിൻ്റെ രീതിയിൽ ഇന്ന് മാത്രം വർഷമായിട്ട് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ കുറേയെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാം കാതലായിട്ടുള്ള ഭാഗം നിരന്തരമായ പ്രാക്ടീസാണ്. അത് മുടക്കരുത്. ഇപ്പം നമ്മൾ ദിവസം അരമണിക്കൂറെങ്കിലും ഒരു പാട്ടെങ്കിലും പാടി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതിലൂടെയാണ് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്വരമാധുരി എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ തന്നെ നമ്മൾ വരുത്തുക. ശരിക്കും കേട്ട് പഠിച്ച് ഓരോ പാട്ടിൻ്റെ നോട്ടുകൾ കടിച്ച് അതിൻ്റെ ഭാവം ശരിക്കും നമ്മൾ തിരിച്ചറിയണം. ഭാവം എന്ന് പറഞ്ഞൊരു സാധനം പാട്ടിൻ്റെ കാതലാണ്. പ്രത്യേകിച്ച് ദേവരാജ മാസ്റ്ററൊക്കെ പഠിപ്പിക്കുന്ന കാര്യത്തിന് ഭാവമില്ലെങ്കിൽ പാട്ടില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന് ഏത് പാട്ട് നമ്മളെടുത്ത് നോക്കി അറിയാൻ പറ്റും ആ പാട്ടിന് കൊടുത്തിരിക്കുന്ന ഭാവം എന്താണെന്നുള്ളത്. ആ ഫീല് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വേണം പാടാനായിട്ട്. അത് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എത്ര ആവർത്തിച്ച് നമ്മൾ കേട്ട് നോക്കുക. കേൾക്കും തോറും നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. ഏതൊക്കെ തലങ്ങളിലാണ് വ്യത്യാസങ്ങൾ കിടക്കണം എന്നുള്ളത്. ചിലപ്പോൾ ചെറിയ മൈലോട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പാലാഴി മങ്കയെ പരിണയിച്ചു പണ്ടു പത്മദളലോചനൻ ഭഗവാൻ. അടുത്ത ആശ്രമ കന്യകയെ പ്രേമിച്ചു ഇപ്പോൾ അജ്ഞാതനാമൊരു ഗന്ധർവൻ പാലാഴി മങ്കയെ. ഇതെല്ലാം വ്യത്യാസം പറഞ്ഞിട്ട് ആ വ്യത്യാസങ്ങൾ അതൊക്കെ കറക്റ്റ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാലാഴി മങ്കയെ പരിണയിച്ചു പണ്ടു ഇങ്ങനെ പാടാം. പാട്ട് കേൾക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ പാട്ട് ശരിക്കും മനസ്സിലാക്കുന്നവർ ഹൃദയത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ പാട്ടിൻ്റെ ആത്മാവ് അറിഞ്ഞ് ഭാവതലങ്ങൾ മനസ്സിലാക്കി പാടുമ്പോഴാണ് പാട്ടായിട്ട് വരുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, പാട്ട് പാടി പാട്ടിലാക്കണം എന്നുണ്ടെങ്കിൽ പാട്ട് എത്രയോ വട്ടം കേൾക്കുക അത്രത്തോളം അവിടെ കേൾക്കുക. ഏതാണ് പാടാൻ നിർത്തി ഇവിടെ കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലോട്ട്. അത് ശരി. അല്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംഭവം പറഞ്ഞാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ സമയം ആയിക്കോട്ടെ, ഇതിന്റെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് എത്തണം. അപ്പൊ എന്തായാലും ഇന്ന് മ്യൂസിക് സോണിന്റെ ഈ ഒരു പരിപാടിയിൽ 2ാം വർഷത്തെ ഈ ആഘോഷ പരിപാടിയിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് പ്രിയപ്പെട്ട സംഘടനാ സമിതിയോട്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് അനിൽ അവർകളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്ന. അനിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പിന്നെ നമ്മുടെ അനീഷൊക്കെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് അവർകൾ, ഇതെല്ലാം കടിഞ്ഞാണൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒന്നുകൂടെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇതെല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ്, എൻ്റെ അടുത്ത കൂട്ടുകാരൻ ഇപ്പം ശെൽവരാജിനെയും ഞാൻ കണ്ടു. ഞങ്ങളെല്ലാം കല്ലൂർ സ്കൂളിൻ്റെ സന്തതികളാണ്, അവിടെ നിന്ന് വെച്ചവരാണ്. പിന്നെ ഇന്ന്
ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വർമ്മ സാറിനും ഭാര്യയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു കബീറിനും, പിന്നെ നൗഷാദ്, ഞാൻ പറഞ്ഞില്ലേ പഴയ മിമിക്രി ആർട്ടിസ്റ്റാണ്. അന്ന് ജനാർദ്ദനെയൊക്കെ അതിമനോഹരമായിട്ട് കാണിക്കുന്ന ആളാണ്. അതിമനോഹരമായിട്ട് കാണിക്കാവുന്ന സ്റ്റേജിൽ ഭയങ്കര കയ്യടികൾ ഇന്നും ചെയ്യും ആള്, ഉറപ്പൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ ചെയ്യും. ഒരു ജനാർദ്ദൻ്റെ കാണിക്കുക പ്ലീസ്. അപ്പൊ പ്രിയപ്പെട്ട നൗഷാദ്, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സദസ്സിൽ വരാൻ സാധിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ മ്യൂസിക് സോൺ എന്ന് പറഞ്ഞാൽ ഈ പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഗാനമേള ട്രൂപ്പുള്ള ജില്ലയായിരുന്നു നമ്മുടെ ജില്ല. കൊച്ചിൻ മൻസൂറിനെ പോലെ തന്നെ കൊച്ചിൻ മെലഡീസ് ഉണ്ടായിരുന്നു, കൊച്ചിൻ CAC ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം കൊച്ചിന് വെച്ചായിരുന്നു. അങ്കമാലിക്കാർ ട്രൂപ്പ് തുടങ്ങിയാലും കൊച്ചിൻ നിന്നാണ് തുടങ്ങുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ ഈ 2ാം വാർഷികം ആഘോഷിക്കുന്നത് ഇപ്പൊ വിവിധ പ്രായക്കാരാണ്, എല്ലാവരും സംഗീതത്തിന് ഇഷ്ടപ്പെടുന്നതാണ്, പാടാനുള്ള ആ ത്വരയാണ് നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചേക്കുന്നത്. ഈ 2 വർഷം തന്നെ ഈ ട്രൂപ്പ് ഇതുപോലെ പോയപ്പോൾ അടുത്ത വർഷമൊക്കെ നിങ്ങൾ ആ ചെങ്ങമ്പുഴ പാർക്കിലേക്കൊക്കെ നിങ്ങളുടെ സ്റ്റേജ് ഒന്ന് മാറ്റാൻ നന്നായിരിക്കും. എല്ലാവരും ഇപ്പോൾ പാട്ടൊക്കെ സംഗീതമൊക്കെ സ്റ്റുഡിയോകളുടെ അകത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ചാനലുകൾ വന്ന കാരണം എല്ലാവരും സംഗീതം ഇതൊക്കെ വരുന്നത് സ്റ്റുഡിയോയുടെ അകത്താണ്. അപ്പൊ ഇനി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ നിങ്ങളെല്ലാവർക്കും പബ്ലിക്കായിട്ട് പാടാൻ പറ്റുന്ന ഒരു സ്റ്റേജ് നിങ്ങൾ അടുത്ത വർഷം ഉണ്ടാക്കുക. അപ്പൊ കുറേയും കൂടി നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആവും എല്ലാവരും. അതുപോലെ സംഗീതത്തിലൂടെ ഇപ്പൊ എല്ലാവർക്കും സംഗീതം നമ്മുടെ ഇപ്പൊ ഈ റീൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരിത്തിരി പാടിയാൽ തന്നെ അത് നല്ല രീതിയിൽ വൈറലാകാനും ഫേമസ് ആകാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് നല്ലൊരു ധൈര്യം കിട്ടും, ഒരു സഭാകമ്പമൊക്കെ മാറും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. അപ്പൊ അടുത്ത വർഷത്തെ വാർഷികം വല്ല നല്ലൊരു പൊതുവേദിയിലേക്ക് ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ ഉള്ളത്, ഞാൻ പണ്ട് മിമിക്രി കൊച്ചിൻ സാഗത്ത് 92-ലായിരുന്നു. അതെൻ്റെ ഗുരുവും കൂടിയാണ് കൊച്ചിൻ മൻസൂർ ചെയ്യാത്ത വേഷങ്ങളില്ല. നാടകം, മിമിക്രി, പാട്ട് എല്ലാം ഉണ്ട്. അവസാനം സ്വന്തമായിട്ട് കണ്ടെത്തി ഏതാണ്ട് 10,000-ഓളം പാട്ട് മനപ്പാഠം പഠിച്ച് പാടുന്ന ഒരാളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾ ചെങ്ങമ്പുഴ പാർക്ക് പുള്ളിയുടെ പേരിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ വാടാമലർ സംഗീത ഗ്രൂപ്പ്, കൊച്ചിൻ മൻസൂർ ഫാൻസ്. അതിന്റെ 5ാം വാർഷികമാണ് ഈ വരുന്ന മാസം ഉണ്ടാകും. 5 വർഷമായി ഞങ്ങൾ ആ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകണം. അതിന്റെ ഞാൻ അവിടെ നിന്ന് സൗദിയിൽ നിന്നാണ് ചെയ്യണതൊക്കെ. ഇവിടെ അതിന്റെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പൊ ഇതുപോലെ നിങ്ങളും ഒരു ഇതിലേക്ക് എത്തും. കൊച്ചിൻ മൻസൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം ഞങ്ങൾ കൊച്ചിയിലൊരു പരിപാടിക്ക് പോയി. അപ്പൊ ഒരു താത്ത ഇങ്ങനെ ഇത്രയും പാട്ട് പാടും, 10,000 പാട്ട് മനപ്പാടാൻ. അപ്പൊ താത്തന്ന്, എന്റെ പൊന്നാനെ, നിനക്ക് ആ ഖുർആൻ പഠിച്ചെങ്കിൽ വല്ല പള്ളിയിലെ ഖത്തീബായിട്ട് ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പള്ളിയിലെ ഖത്തീബായിരുന്ന ഇതുപോലെ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റുമോ? 960 മുതൽ 91 വരെ 90 വരെയുള്ള പാട്ടുകളാണ് മനപ്പാടം പഠിച്ചേക്കുന്നത്. അതുപോലെ ഞങ്ങള് ജില്ലാ കളക്ടറിന്റെ ഒരു ഓഫീസിലൊരു പരിപാടിക്ക് പോയി. അപ്പൊ ആ കളക്ടർ പറഞ്ഞ്, ഇത്രയും പാട്ട് മനപ്പാടം പഠിച്ചോ? അന്ന് വല്ല കളക്ടറിനൊക്കെ വല്ല IAS ഒക്കെ എടുക്കായിരുന്നില്ലേ എന്ന് പറയും. അപ്പോഴും പറയുന്നത് ഇതാണ്. അപ്പൊ ഈ പഠനം സംഗീതത്തിന് ഇഷ്ടപ്പെട്ട് സംഗീതത്തിന്റെ ഒപ്പം നടന്ന് മനപ്പാടം പഠിച്ച് ഏതാണ്ട് 10,000 തികഞ്ഞിപ്പോ ഏതാണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. പാവങ്ങളുടെ യൂട്യൂബ് എന്നാണ് കൊച്ചിൻ മൻസൂറിന് അറിയപ്പെടുന്നത്. നമ്മളൊരു സാധനം ചോദിച്ചാൽ കറക്റ്റായിട്ട് ആ പാട്ടിനെ കുറിച്ച് പറയും. ആ പാട്ട് ഇറങ്ങിയ വർഷം അറിയാം, ആരാണ് സംഗീതം ചെയ്തത്, ആരാണ് ഗാനരചന, അതുപോലെ ആരാണ് അഭിനയിച്ചത്, വർഷം, നിർമ്മാതാവ്, സംവിധായകൻ, എല്ലാവരും പറയും, എല്ലാ മേഖലയും പറയും. അപ്പൊ ഈ കൊച്ചിൻ മൻസൂറിനെ കുറിച്ച് പണ്ട് നമ്മുടെ BTH മധു ഉണ്ട്, സിനിമാ നടൻ, ഒരു പ്രാവശ്യം കണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, മധു പുള്ളിനെ കുറിച്ച് പറഞ്ഞ ഒന്ന് പറയാം. മൻസൂറിന്റെ പാട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മനപ്പാടം പാടുക എന്ന് പറഞ്ഞ ഭയങ്കര ഒരു കഴിവാണ്. എന്തായാലും മൻസൂർ കൊച്ചിയിൽ ജനിച്ചത് നന്നായി. വല്ല കോഴിക്കോടായെങ്കിൽ കോഴി മൻസൂറായി പോയനെ. വരട്ടെ. പ്രൈം മിനിസ്റ്റർ കണ്ടാൽ എങ്ങനെയാണ് നോക്കാം. മിസ്റ്റർ മൻസൂർ, താങ്കൾ പാടുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ഞാൻ പാടി അഭിനയിക്കുന്നത് പോലെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. KP ഉമ്മറാണ്. KP ഉമ്മർ കണ്ടാലേ, മിസ്റ്റർ മൻസൂർ, നിങ്ങളുടെ പാട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായി പാടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, മൻസൂർ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ വിവാഹം ചെയ്തേനെ. അടുത്ത ജനാർദ്ദൻ.
ശ്രദ്ധ കൊണ്ട് മൻസൂറേ തകർത്ത് പാടുന്നുണ്ട്. പാട്ടുകാര്യത്തിൽ നീ പൊന്നപ്പനല്ല തങ്കപ്പന, തനി തങ്കം. വരട്ടെ. അടുത്തായിട്ട് ലാലു ലക്സ് ഒന്ന് നോക്കാം. പേഴ്സണലായിട്ട് പറയാ, നിങ്ങളുടെ മകളുടെ സൗന്ദര്യമൊന്നും കണ്ടിട്ടല്ല ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തത്. ഈ സ്വത്തുക്കളൊക്കെ കണ്ടിട്ടാ. അതൊന്നും കിട്ടാതെ പോവില്ല പെണ്ണിന്റെ അപ്പ. അല്ലെങ്കിൽ വേണ്ട, വിട്ടുകള. വരട്ടെ. അവസാനമായിട്ട് ജഗദീഷ് ശ്രീകുമാർ. ആരുമില്ലടേ, ശുദ്ധമാണ് ഇത്. മിന്നാവിലെ ദുർഗവെട്ടോ വെട്ട വെളിച്ചൊന്നുമില്ലേ? കഥകരെ ഞാൻ മേടിച്ചു വെക്കാനും നീ കത്തിച്ചു തീർക്കാനും. എട് ഗ്ലാസ് എട്. എന്തിനാണ് 2 ഗ്ലാസ്? 1 ഗ്ലാസ് മതി. ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് മിച്ചമുണ്ടെങ്കിലേ വെച്ചതക്കാം. വരട്ടെ. ഗ്യാസ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിഞ്ഞുകൊണ്ട് ഞാൻ വിടുകയാണ്. കാരണം ഇന്നൊരു അടുത്ത പ്രോഗ്രാം ഉണ്ട്. മാത്രമല്ല നാളെ പാലയിലാണ് രാവിലെ 8 മണിക്കാണ് പ്രോഗ്രാം. വീട്ടിൽ നിന്ന് വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങണം. കാരണം നാളെ ജോസ് കെ മാണിയുടെ ഒരു യാത്രയുടെ ബന്ധിച്ച് നാളെ 8 മണിക്കാണ് അവിടുത്തെ പ്രോഗ്രാം. അപ്പൊ കാലത്ത് തന്നെ പുറപ്പെടണം. അപ്പൊ ചെന്നിട്ട് വേണം പോകാൻ. യെസ്, നിങ്ങളിനി പാടുന്നില്ല. ഇനി എന്ത് പാടാനാ പറയാ? ശരി. ഹലോ ഞാനപ്പോ എന്തായാലും പെട്ടെന്ന് ഒരു പാട്ട് ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ. അത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം മനുഷ്യന്റെ അഹങ്കാരത്തെ കുറിച്ചാണ് ഈ പാട്ട്. വയലാർ രാമവർമ്മ എന്നെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതിയ ഏറ്റവും മഹത്തായ ഒരു ഗാനം. മനുഷ്യൻ ഒന്നുമല്ല, കരൻ തിരകളും നിങ്ങളും ഒരുപോലെ എന്ന ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തേക്കണം. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യന്റെ അഹങ്കാരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ചാണ് എക്സാമ്പിൾ കൊടുക്കുന്നത്. ഇപ്പൊ എത്ര ജ്വലിച്ചു നിന്നാലും 15 നാഴിക മാത്രം. അവസാനത്തെ വരി ഇത് 1972 പുറത്തിറങ്ങിയ ബ്രഹ്മചാരി എന്ന ചിത്രത്തിനു വേണ്ടി പ്രിയപ്പെട്ട വയലാർ അച്ഛൻ്റെ വരികൾക്ക്. ഇപ്പൊ ഞാൻ അച്ഛനെന്ന് എപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭംഗി എന്തൊരു ഓസ്കാർ അവാർഡായാലും ഈ അവാർഡിന് മുകളിൽ പോലെ. കാരണം 10 കൊല്ലം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഭാരതി തമ്പുരാട്ടി, എൻ്റെ ചേട്ടൻ വയലാർ ശരത് ചന്ദ്രവർമ്മ, കുടുംബം എല്ലാവരും എന്നെ അണിയിച്ച ഏറ്റവും വലിയ അവാർഡാണ് വയലാർ എന്ന് എഴുതിയ ഈ ഒരു പവന്റെ മോതിരം. ഈ മോതിരത്തിൽ എഴുതിയിരിക്കുന്നത് വയലാർ എന്നാണ്. ഇതാണ് എൻ്റെ കിട്ടിയ ഏറ്റവും വലിയ. ഇത് പ്രിയപ്പെട്ട അർജുന മാസ്റ്റർ പറഞ്ഞതാണ്, നിനക്ക് ഇനി ഏത് അവാർഡ് കിട്ടിയാലും ഇതിന് മോഡലല്ല. കാരണം ഏറ്റവും വലിയൊരു കവിയുടെ വീട്ടിലേക്ക് മനുവർമ്മ എന്ന പേര് നൽകിയ 5ാമത്തെ മകനായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ എൻ്റെ ചേട്ടൻ വയലാർ ശരത്ചന്ദ്രവർമ്മയ്ക്ക് ഞാൻ ഏത് വേദിപ്പോടും ചേട്ടൻ എന്നോട് പറയുന്ന പാട്ട് ഇതായിരിക്കും. ഞാനെന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖ ഛായകൾ എന്നാരംഭിക്കുന്ന ഗാനം ദക്ഷിണമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് ദാസേടും പാടി പ്രേം നസീർ സാറ് പാടി അഭിനയിച്ച ഗാനം. അദ്ദേഹം ജയചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രം. ആ പ്രിയപ്പെട്ട ഗാനം സമ്മാനിക്കുന്നു. ഒരു മിനിറ്റ് ഒന്ന് വലിച്ചിട്ടേ. ഓളിങ്ങിട്ടേ. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമി തീരകളും നിങ്ങളും ഒരുപോലെ. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമി തീരകളും നിങ്ങളും ഒരുപോലെ.
ഞാൻ എന്ന ഭാവങ്ങളെ ആകാശഗോപുരത്തിൻ മുകളിലുതി ചോരാദിത്യ ബിംബമിതാ കടലിൽ മുങ്ങി. ആകാശഗോപുരത്തിൻ മുകളിലുതി ചോരാദിത്യ ബിംബമിതാ കടലിൽ മുങ്ങി. ആയിരമുറുമികളൂരി വീശി അന്തരപ്പടവിനു മതിലു കെട്ടി. അകൽമാണ പെരുമാളിൻ രാജഭാരം വെറും 15 നാഴിക മാത്രം. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖഛായകളെ മാക്കിനി തടങ്ങളിൽ അർദ്ധനഗ്നാംഗിയായി മോഹിനിയാട്ടമാടും ചന്ദ്രലേഖേ. മാക്കിനി തടങ്ങളിൽ അർദ്ധനഗ്നാംഗിയായി മോഹിനിയാട്ടമാടും ചന്ദ്രലേഖേ. അങ്കലവന്യത്തിൽ അമൃതു നീട്ടി മയക്കി. അലുങ്കും മണ്ഡപത്തിൽ നിന്റെ നൃത്തം വെറും 15 നാഴിക മാത്രം. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖഛായകളെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു സായാഹ്നം നമ്മൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട മൻസൂർക്കയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ആദരവ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ നമ്മുടെ എറണാകുളം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എറണാകുളത്തിൻ്റെ ഭാരവാഹിയും കൂടാതെ മ്യൂസിക് സോണിൻ്റെ ആരംഭകാലം മുതൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിഷാദ് ബാബു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിഷാദ് ബാബുവിനെ വേദിയിലേക്ക് മൻസൂർക്ക് വേണ്ടി ആദരവ് നൽകുന്നതിനും 2 വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നമസ്കാരം. മ്യൂസിക് സോണിൻ്റെ എൻ്റെ ചൈത്രയാത്ര സംഗീതയാത്ര തുടരുകയാണ്. തീർച്ചയായും ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ കലാകാരന്മാർ ഇതിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത് തികഞ്ഞ സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ നഗരത്തിൽ ഇപ്പോൾ തന്നെ യൂട്യൂബേഴ്സ് എല്ലാം കൂടിയല്ലേ അഡ്വർടൈസ്മെൻറ്റാണ് കിട്ടി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇനി വലിയ ഒരു വളർച്ച ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഒരു വലിയ ഭാഗ്യമാണ് മൻസൂറിനെ പോലത്തെ ഒരാളെ ചേർന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും അതിനൊരു അവസരം തന്ന മ്യൂസിക് സോണിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ ചടങ്ങുകളുണ്ട്. ഫോട്ടോ എടുക്കലല്ല, ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കൊന്നും മുറിക്കണം. നിഷാദേ